ഹലോ. ഹലോ, ദിയാ കത്തലിയ. അതെ. ഞാൻ ഇന്നലെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് ആ, വിളിച്ചതാ. എന്ത് പറ്റി? അല്ല, ഇന്നലെ ഒരു താത്ത ഇങ്ങനെ ഒരു 56 വയസ്സായ താത്ത നിങ്ങളും സംസാരിക്കുന്നത് കേട്ടീനി. ആ, ആ താത്ത പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കലില്ല, ഞാൻ നോൻപ് വെക്കലില്ല. ഉം, അത് അപ്പം വലിയ നല്ല കാര്യന്ന് പറഞ്ഞായിട്ടാണ് ആ താത്ത അത് കണക്കാക്കി. ആ, നല്ല കാര്യല്ലേ? നല്ല കാര്യം തന്നെ. വെറുതെ എന്നാലേ പട്ടിണിയും കിടന്ന്. ആ ഉം, പട്ടിണി കിടക്കും. എന്നാലേ ഉം. ഈ ജീവൻ തന്ന ഒരാളുണ്ടല്ലോ, ആരത്? അതാരാ? അതാണ് ഞാൻ അള്ളാ അറിയുന്നത്. ഒരു വർത്താനം പറയല്ലേ എറുമ്പിന് പോലും ജീവൻ ഇടാൻ ഇവിടെ ഭൂമിയിൽ ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് ഇപ്പൊ അത് അള്ളയാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ ആരാ? നമ്മളെങ്ങനെയാ അള്ളയാണെന്ന് ഇപ്പൊ ഈ ഉറപ്പിച്ച് പറയെങ്ങനെ? ഈ ദുനിയാവില് ഏതൊക്കെ ഒരു ആൾക്കാരുണ്ട് ദൈവങ്ങളായി. ആരെക്കൊണ്ടെങ്കിലും ഒരു മഴ ഇല്ലാത്തപ്പോ ഒരു മഴ വെച്ചാൻ കഴിഞ്ഞുണ്ടോ? പിന്നെന്താ? ആരെക്കൊണ്ട നിങ്ങള് കഴിഞ്ഞൊന്ന് പറഞ്ഞാണ്. എന്താ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല? ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല മഴ എന്താ പെയ്ജിട്ടാണ്. ലോകം കഥ? മുഴുവൻ മഴ മഴയൊക്കെ പെയ്ജിട്ടാണ്. പെയ്പ്പിക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ അങ്ങനെ മഴ പെയ്പ്പിക്കുന്നുണ്ട്. ഗൾഫിലൊന്നുമില്ല, എവിടെയും മഴ ഉണ്ടെന്നേ. 6 മാസം പെയ്ച്ച അതൊക്കെ ഒരാൾക്കും നമ്മള് കഴിഞ്ഞിട്ടില്ല. കാർമേഘങ്ങളെ തളിച്ചോണ്ട് വന്നിട്ട് ആൾക്കാർ മഴ പെയ്പ്പിക്കും. ആ അതൊക്കെ പറച്ചിലല്ലേ? അല്ലാന്ന്. എന്താ ആ കഥ? നിങ്ങള് കുട്ടികളോട് ചോദിക്ക്. പിന്നെ ഇങ്ങനെ അതൊന്നും അല്ല. ചെയ്യുന്നില്ലെന്ന്. ഇപ്പൊ ഇവിടെ ഒന്നും പെയ്യുന്ന മഴ അതൊന്നും അല്ലാതെ എവിടെയെങ്കിലും തുള്ളിയൊക്കെ പെയ്ച്ചണീക്കും. മഴ അതൊന്നും അള്ള അല്ല. കൊടുക്കണ നിങ്ങൾ മഴയാണെങ്കിൽ നാടെ എല്ലായിടത്തും നിക്കട്ടെ. ഒരേപോലെ പെയ്യണ്ടേ? ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിവിടെ ഉം കിട്ടുന്ന മാതിരി മഴ എന്താണ് പിന്നെ ഈ സഹാറ മരുഭൂമിയിൽ കിട്ടാത്തത്? അത് ഓരോ കാലത്ത് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ച് കിട്ടുള്ളൂ. അവിടെ എല്ലാ സാധനം ഇവിടെ ഉണ്ടാകണില്ലല്ലോ. അപ്പൊ അതാണ്. അത് ആ കാലാവസ്ഥന്റെയും അതൊന്നും ഭൂമിന്റെയും ഇപ്പൊ അന്തരീക്ഷത്തിന്റെയാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ള അള്ള മഴ കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാകണല്ലോ. മറ്റേ എന്താണ് ആ മലക്കിന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. ഏഹ് നമുക്ക് മഴ തരുന്ന മലക്കിന്റെ പേര് ഇസ്രാഫീലോ? അല്ല, പല മലക്കളുണ്ടാവും. നബിനെയും മീ അള്ളാഹിനെയൊക്കെ മീക്കായില. കുറ്റം പറയാം. അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. എല്ലാ അതെ, മഴ അതിനങ്ങനെ പെയ്ച്ച് മനസ്സിലായി. അപ്പൊ എല്ലാം ഇതൊക്കെ അതേപോലെ തന്നെയാണ്. മഴയും ഇങ്ങനെ പ്രകൃതിയിലാണ് പെയ്യണതാണ്. അല്ലാതെ ഇപ്പൊ അതിപ്പോ അള്ള അവിടുന്ന് ആളെ പറഞ്ഞയച്ച് പ്രകൃതി എങ്ങനെ പെയ്പ്പിക്കണമെന്നൊന്നും. ഉണ്ടായതാ? പ്രകൃതി അറിയണത്താ? ആര്? പ്രകൃതി അറിയണത്താ? പ്രകൃതി പറഞ്ഞത് നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഭൂമിയിൽ നമ്മൾ ചുറ്റും ജീവിക്കുന്ന സാധനങ്ങള്. നിങ്ങളെ പിന്നെ സൃഷ്ടിച്ചത് നിങ്ങളെ കൈകൊണ്ടാ? ഈ ദുനിയാക്ക് വന്ന്? ഞാനും നിങ്ങളൊന്നും നമ്മളെ കൈകൊണ്ട് വന്നോലല്ല. അല്ല. ആ, അപ്പൊ ഇതിന് വേറെ ഒരാളില്ലേ? ഇതിന് പിന്നെ ബാക്കിലൊരാളില്ലേ? ബാക്കിൽ ഒരാൾ ഉണ്ടോ ഇല്ലേന്ന് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയാ? നമ്മൾ വെറുതെ വിശ്വസിക്കല്ലേ. വെറുതെ വിശ്വസിച്ചല്ല, അത് പിന്നെ കാഴ്ചയിലല്ലേ. എങ്ങനെ? വെറുതെ വിശ്വസിച്ചാണെങ്കിൽ എങ്ങനെ? മണ്ടത്തരല്ലേ അതൊക്കെ? ആ, അതല്ലേ മണ്ടത്തരം? അതല്ലേ മണ്ടത്തരം തന്നെയാണേ. വെറും മണ്ടത്തരല്ല പറയണൊക്കെ. ആണേ. വെറുതെ ഒരു വെറുതെ സാധനം നിങ്ങൾ ബുദ്ധി വിശ്വസിക്കാണ്. നിങ്ങൾ ഇപ്പൊ ഞാൻ കാണുന്നുണ്ടോ? ചോദിക്കാം. അപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മളൊക്കെ ഞാൻ ചോദിച്ചോട്ടെ? മദ്രസയിലൊക്കെ പോയതല്ലേ? അപ്പൊ ഞാൻ ഞാൻ നമ്മളാണ് വിശ്വസിക്കാണ് ഇതിന്റെ പിന്നിൽ എന്തൊരു ഒരാളുണ്ടെന്നും. വിശ്വാസമാണ് ഈ പിന്നെ അന്തല്ലാത്ത വിശ്വാസം? വെറുതെ അതന്നെ അന്തല്ലാത്തൊരു വിശ്വാസാണതേ. അത് നിങ്ങളെ യുക്തിക്ക് അങ്ങനെയൊക്കെയാറും. എന്റെ പക്ഷെ യുക്തിക്കല്ല. നിങ്ങൾ ഞാനൊക്കെ ഈ ഞാൻ മനുഷ്യനെ പറഞ്ഞേക്ക്. വഴി ഞാൻ തെറ്റിച്ചാണല്ലോ. പറഞ്ഞില്ല വഴി തെറ്റിക്കല്ല. ഞാൻ പറഞ്ഞേക്ക്. ആ ഞാൻ 5 നേരം നിസ്കരിച്ചിരുന്ന, നല്ലോണം മദ്രസയിൽ നിങ്ങളെ പോയിരുന്ന, ബുദ്ധി അങ്ങനെ നല്ല പോയേക്കും. പക്ഷെ ഈണത്തില് നല്ല തജ്വീദിൽ ഖുർആൻ ഓതിയുന്ന നല്ലൊരു മുസ്ലിം. അതൊന്നും ഹൃദയത്തേക്ക് കടന്നിങ്ങനെ അപ്പൊ ഇന്നിപ്പോ ഈ സ്ഥിതിയിൽ ഹൃദയത്തിൽ നിങ്ങൾ വരൂല. കിടക്കാനല്ല. നമ്മൾ ആദ്യം പഠിച്ച മദ്രസയിൽ ഉസ്താദ്മാര് പറഞ്ഞുതരും, വീട്ടിൽ നിന്ന് മദ്രസ് ഉമ്മയും ഉപ്പയും സ്കൂളും നിർബന്ധിക്കും. ഞാൻ ഇതിന്റെ പറയട്ടെ, അപ്പുറത്തേക്ക് നമുക്ക് ഇതിന് ഉള്ളിൽ എന്താണ്, ഇതിൽ എന്തൊക്കെ എഴുതിക്കണത്, ഇതിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊന്നും ഒരു ആ നിയമം ധാരണയില്ല. ഞാൻ പറയട്ടെ, ആ, ആ നിയമം ആ. നബിയും ഒക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾ അല്ലല്ല എന്നല്ല പറഞ്ഞ വാക്ക്. അല്ല, അള്ള ഉണ്ടോ ഇല്ലേ എന്നുള്ള നമ്മളെ വിഷയമല്ല എന്നാണ് നമ്മളെ വാക്ക്. പിന്നെ അല്ലല്ല എന്നല്ല അള്ള നിങ്ങൾ പറഞ്ഞേ. ആ ഉണ്ടാക്കിയതാണെന്നും താത്തി പറഞ്ഞിട്ട് നിങ്ങളും നമ്മളെ കയ്യിലുള്ള നിയമം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. അള്ള ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ അള്ള കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞിട്ട് നമ്മളത്തെ ഒരു കിതാബില്ലേ? അന്ന് കിതാബ് അടക്കട്ടെ. ആ നിങ്ങൾ ഈ കിതാബല്ലേ ഭൂമിയിൽ അള്ളാന്റെ വന്ന തെളിവ്. അള്ള ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഖുറാനല്ലേ? ഖുർആനിൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഇല്ല, ഉണ്ടല്ലേ? കിട്ടൂല. അള്ളാനെ കിട്ടൂല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്ത്. ഒരു പള്ളിയിലെ കുട്ടി കടന്ന് അത് വളർന്നു വന്ന് ഉം, ഭൂമിക്ക് വരുന്ന്, ഉം, ആരെങ്കിലും അതിന് സംരക്ഷണം കൊടുത്തിട്ടാണോ അത് വന്നത്? ഉം, ആണോ? ഉം. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത? നിങ്ങൾ ഈ അത് മൃഗത്തിന്റെ ചിന്തിച്ചാല ചിന്ത പാടില്ല. ഞാൻ പറയട്ടെ, അത് ചിന്തിച്ചാൽ ചിന്തിക്കുന്ന നമുക്ക് എങ്ങനെ അള്ളാനെ കിട്ടുക? അള്ളാനെ കിട്ടും. എങ്ങനെ? ഭൂമിക്ക് നോക്കി നിങ്ങൾ ഈ സൃഷ്ടിച്ച അതിപ്പോ സാധനങ്ങളൊക്കെ ഭൂമിക്ക് ബ്രഹ്മാവാണെങ്കിലോ? നോക്കിയതാണ്. പരബ്രഹ്മാണെങ്കിലോ? അതൊക്കെ നിങ്ങളെ വിശ്വാസം. പക്ഷെ അല്ല, നിങ്ങൾ എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല. ഞാൻ ഈ എല്ലാ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ ഈ യാഹുവേ മനുഷ്യന് ആണെങ്കിലോ അത് ഈ ജാതി ഈ താത്ത ഇതിൽ വർത്താനം. ഈ താത്ത 55 55 വയസ്സായ താത്ത പറയുന്ന വാക്കൊക്കെ കേട്ടാ
എന്താണ് ഒരു മൃഗം കാട്ടോ പറയാ അങ്ങനത്തത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആവണത്? ഞാൻ നിങ്ങളോട് ചോദിക്കും, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അല്ലേ പറയണേ? ആ ഇതൊക്കെ തന്നെ നമ്മക്ക് ഞാനും നമ്മ സ്നേഹത്തിൽ തന്നെ പറയാം, ആ നമ്മള് ദേഷ്യം കാട്ടുന്നില്ല. അതന്നെ. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, നിങ്ങൾ എങ്ങനെയാണോ ഇപ്പൊ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാന്. ആ എന്താ വ്യത്യാസം എന്ന് ഇതൊക്കെ വെച്ചാല്, പറ്റി നമ്മക്ക് പറയാ മദ്രസയിൽ പറഞ്ഞയച്ചു, മതം പഠിപ്പിച്ചു തന്നു, നമ്മൾ അതനുസരിച്ചു ജീവിച്ചു. ഇതിനപ്പുറത്തേക്ക് ഇവര് ഈ പഠിപ്പിച്ചു തരാൻ എടുക്കുന്ന ഖുർആൻ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അതിലെ പിന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചരിത്രം എന്താണ്, ഇതൊന്നും നമ്മൾ അറഹ്മാൻ ഓതിക്കണോ? പഠിക്കണില്ല. ഇതൊന്നും നമ്മൾ പഠിക്കണില്ല. അറഹ്മാൻ ഓതിക്കണോ? അറഹ്മാൻ ഓതിക്കണോ? റഹ്മാനൊക്കെ നിങ്ങൾ മലയാളത്തിൽ നിങ്ങളെ കുട്ടികളെ വേണ്ടി ഓതുവോ? അറഹ്മാൻ ഓതി അതിന്റെ അർത്ഥം ആ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റഹ്മാൻ ഭൂമി ഞാൻ ആകാശം പറഞ്ഞുതരാം. ഇതൊന്നും മഗ്‌രിബ് അറിയുന്ന നിസ്കാരം കഴിഞ്ഞാൽ ഒരു നിങ്ങൾ കേട്ടോളി. ബുദ്ധിയില്ല മനുഷ്യൻ മഗ്‌രിബ് മനസ്സിലാക്കാൻ. നിസ്കാരം കഴിഞ്ഞാല് വീട്ടിലുള്ള ചിട്ട എന്താ വെച്ചാല്, നമ്മൾ എവിടെ കളിക്കാൻ പോയാലും മഗ്‌രിബ് ബാങ്കിന് മൈക്കമ്മ മുക്കറി ഇങ്ങനെ ടുന്ന് കൊട്ടൂലേ, അത് അപ്പൊ നിർത്തും നമ്മള്. ആ ആ അള്ളാഹുമ്മ സ്വല്ലി അലാ പറയില്ലേ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്? അത് ഉം കേൾക്കുമ്പോ തന്നെ നമ്മൾ കളിയൊക്കെ നിർത്തി നേരെ പോയി കൈയും കാലൊക്കെ കഴുകി കുളിക്കേണ്ട ആണെങ്കിൽ കുളിച്ച് ഉം ഒളുണ്ടാക്കി നിസ്കരിച്ച് ഉം നമ്മൾ പിന്നെ ഇരിക്കുക എന്തിനാ അറിയോ? ഉം 5 സൂറത്ത് നിർബന്ധമാണ് എല്ലാ ദിവസവും. ഉം അത് ഒന്ന് യാസീനാണ്, നിങ്ങൾക്ക് അറിയാലോ. ഉം റഹ്മാന് വാക്യ, ഉം മുൽക്ക് സജദ, ഉം ഈ 5 സൂറത്തുകളും ഓതി. ഉം ചില ദിവസങ്ങളിൽ നമ്മൾ സുന്നികളായിരുന്നു, അപ്പൊ ചില ദിവസങ്ങൾ നമ്മൾ ഒരു മങ്കൂസ് മൗലൂദിന്റെ ഒരു ഹദീസോ അല്ലെങ്കിൽ ഷറഫൽ അനാമിന്റെയോ ഒക്കെ ഉം ഓതി. പിന്നെ ഉം അങ്ങനെയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇശാസ്കാരത്തിന്റെ സമയാവൂലേ, പിന്നെ ഉം മദ്രസയിൽ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ച്. ഇങ്ങനെയാണ് ഞാനൊക്കെ ചെറിയ പ്രായം തൊട്ട് ജീവിച്ചത്. പക്ഷെ ഉം നിങ്ങളോട് പറയാലോ, ഈ റഹ്മാനും വാക്കിയൊക്കെ നമ്മളിങ്ങനെ ഓതുമ്പോഴേ ഉം ഈ പറയുന്ന ഇതിനകത്തുള്ള ഫബി അയ്യാലായി റബ്ബിക്കുമാത്തു കദീബ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടി പറഞ്ഞ സാധനങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായില്ല. ഉം ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ശരിക്കും നിങ്ങൾ റഹ്മാനും വാക്കിയും അർത്ഥം അറിഞ്ഞു ഓതിയിട്ടുണ്ടോ? അർത്ഥം അറിഞ്ഞു ഓതിയാണ്. നിങ്ങൾ അതിന്റെ അർത്ഥമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഈ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ കാട്ടിയിട്ട് ഇങ്ങനെ അതിന് അതിൽ ഈ ചോദ്യം ഹൂറി വർണ്ണനകളൊക്കെ ആരാ ഞങ്ങൾക്ക് ആകെ സൃഷ്ടിച്ചത് ഞാൻ ഒരു ചോദിക്കുന്നത്. ആരാ നിങ്ങൾക്ക് ഈ സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് ഈ വെള്ളം തന്ന ആരാ? നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾ അതൊക്കെ നമുക്ക് കുറവൊന്നുമില്ലല്ലോ. ചർച്ച ചെയ്യാം. അതിലൊന്നും അതന്നെ കുഴപ്പമില്ല. പറ്റി കാര്യമായിട്ട് പറയാനുള്ളത്. അതാ നമുക്ക് ചർച്ച ചെയ്യാം, അള്ളാന്റെ അത് ചർച്ച ചെയ്യാം. പക്ഷെ അത് അള്ളാഹ് അള്ളയാണെന്ന് പറയുമ്പോ അതിന് നമുക്കൊരു ബോധ്യം വേണ്ടേ? അള്ളന്നല്ല പിന്നെ ആരാ? ഇവിടെ ലോകത്ത് ഇത്രയോ പിന്നെ ദൈവങ്ങളുണ്ട്, എത്രയോ ആരെക്കൊണ്ടും കഴിയുമോ? ദൈവങ്ങളുണ്ട്, അതിൽ ഏത് ദൈവമാണ് അതിനെ പിന്നെ പ്രശ്നം? ഇപ്പൊ യഹോവയാണോ? ദൈവമല്ല, ഇപ്പൊ അതൊക്കെ ക്രിസ്ത്യാനികള്, സൃഷ്ടികളാ, ഞാൻ പറയട്ടെ, അതൊക്കെ ക്രിസ്ത്യാനികളും സൃഷ്ടികളാ. ജൂതന്മാരും യഹോവയാണ് ദൈവം എന്ന് ആ. പറയണു. ഹിന്ദുക്കൾ അതെ, പറയണു. ഒരു മനുഷ്യന് ഒരാളെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഒരു എറുമ്പിന് സൃഷ്ടിക്കാൻ കഴിയുമോ? അതൊന്ന് ആലോചിച്ചൂടെ? വാസ്തവത്തിൽ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ. അതെങ്ങനെയാ? ഏഹ് എങ്ങനെ അങ്ങോട്ട് എന്താ ഇല്ലാത്തവർക്കൊന്നും കഥ? ഉണ്ടാവുന്നില്ലല്ലോ സൃഷ്ടിക്കാൻ. മനുഷ്യന്മാരാണ് ഇപ്പൊ ആത്മാവിനെ കൊടുക്കുക സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പിന്നെ പ്രതിമ ഉണ്ടാക്കല്ല, ആത്മാവിനെ ഊതുകയാണ്. ആത്മാവാണ് സൃഷ്ടി അറിയുന്നത്. ആത്മാവിനൊന്നും ആരും വന്ന് ഊതുന്നില്ല. അതൊക്കെ നമ്മളെ തെറ്റ് പിന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചതാണെന്നേ. ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടായത് ജീവനൊക്കെ എങ്ങനെ? ഉള്ള ജീവനും കൊണ്ടാണ്, 2 ജീവനിൽ നിന്നാണ്, ജീവനുകൾ കൂടിച്ചേർന്ന് ജീവൻ തുടരുന്നേ ഉള്ളൂ. അത് അല്ലാതെ എങ്ങനെയാണ്? പുതിയ ജീവനൊന്നും ഉണ്ടാവണില്ല. അത് ആദ്യം 1500 കൊല്ലം 1400 കൊല്ലം അള്ളാന്റെ റസൂല് പറഞ്ഞത കാര്യ. നിങ്ങള് പിന്നെ നമുക്ക് അതിന് എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്താ പറയാം. ഇതൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു, ഇതൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. അല്ല, ഈ വിശ്വാസത്തിന്റെ മതത്തിലെ കമ്മി നിയമങ്ങള് ഞങ്ങള് ഞാൻ പറയട്ടെ, നമ്മൾ പഠിച്ചതിനപ്പുറത്തേക്ക് ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുസ്തകം വായിച്ചണ്ട. ഇങ്ങക്ക് ഇവിടെ സൃഷ്ടിക്കാനില്ല, സൃഷ്ടികളില്ലേ ഇവിടെ? അതുകൊണ്ട് കാര്യമില്ല, പലതരം സൃഷ്ടികളില്ലേ അതുകൊണ്ടൊന്നും ഈ കാര്യമില്ല. നമ്മളിപ്പോ ലോകത്ത്? മനുഷ്യന്മാരെ പലതരം ഞാൻ കടല് ചോദിക്കട്ടെ, നിൽക്കാതെ ഓളം തള്ളിയും കൊണ്ടിരിക്കണ്, അതാരെ കഴിയുക? അതിനൊക്കെ ഓളം തള്ളിയും കൊണ്ട് കാരണുണ്ടെന്നേ. കടലിൽ നിൽക്കുന്നു. അതിനൊക്കെ കാരണുണ്ട്. മറജൽ എങ്ങനെ? ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറയും. അത് ആ അള്ളാന്റെ അത്ഭുതം പറയും. ഒന്നുമല്ല, അത് അവിടെ തന്നെ ഉണ്ട്. അല്ല, അതിന്റെ അത് കാരണം ഇപ്പൊ നമുക്ക് തന്നാലും അറിയാം. ഇങ്ങനെ ഓളം തള്ളിയോണ്ട് വേറെ എവിടെ ഇങ്ങനത്തെ ഓളം തള്ളാത്ത പോയൊന്നും ഓളം തള്ളില്ലല്ലോ. ഓളം തള്ളണ പുഴയുണ്ട്, തള്ളാത്ത പുഴയുണ്ട്. തിരമാല തള്ളി ഉള്ള നിൽക്കാൻ കടലും പോയ തിരമാല ഓളം ഇല്ലാത്ത കൊള്ളുന്നില്ല. കടലും ഉണ്ട്. ആ നീല കളറുള്ള കായലും ഉണ്ട്, അല്ല, പച്ച കളർ കടലില് കായലും ഉണ്ട്. ഒരു വരണ്ട് എന്നാ പറഞ്ഞത്. ഇതൊക്കെ വെള്ളം, നല്ല നിങ്ങളോട് വെള്ളം ഞാൻ ചോദിച്ചില്ലേ, ഈ ആകാശം. മരുഭൂമിയിൽ എന്താ മഴ പെയ്യാത്തതെന്ന്? അത് അപ്പൊ നിങ്ങൾ ഓരോ പറഞ്ഞ ഉത്തരല്ലേ? കാലത്തിനനുസരിച്ചുള്ള അതേ സാധനം കാര്യങ്ങളാ. തന്നെയാണ് ഈ കടലിന്റെ അവിടെ കഥക്കുള്ളത്. ഉണ്ടാകുന്ന സാധനം നമുക്ക് അവിടെ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവൊക്കെ നടത്താല്ലേ ഇതാണ്. അവിടെ ഉണ്ടാണ് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാണ് അവിടെ ഉണ്ടാവില്ല, അതിനുള്ളതാ. ആ ആ, അത് അതേപോലെ തന്നെ ഉള്ളൂ. മനസ്സിലാക്കി. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണ കൊലത്തിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണം മനസ്സിലാവണം, പറഞ്ഞുതരാം. മലയാളത്തിലാണ് ഞാൻ അല്ല, പറയുന്നത്. അല്ല നമുക്കൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ അവിടെ പറ്റുന്ന ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം. ഏ ഇപ്പൊ നിങ്ങൾ ഇതന്നെ വിശ്വസിക്കുന്ന ഞാൻ മതത്തില് ചിന്തിക്കുന്നവനെ ദൃഷ്ടാന്തമുള്ളൂ. ചിന്തിക്കണം. അതാണ് ചിന്തിക്കുന്നവർക്ക്. ഞാൻ പറഞ്ഞത്. ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വായിക്കണം. പിന്നെ ആരങ്ങൾക്ക് ഈ ഖുറാനിലും എല്ലാവരും പിന്നെ ഇത് കൊണ്ടുവന്ന പിന്നെ ഒരു ഖുറാൻ അല്ലാത്ത വേറെ ഒരു ദൃഷ്ടാന്ത ഇതിലും വലിയ കൊണ്ടുവന്ന ആരാന്ന് പറഞ്ഞാണ്? മനുഷ്യന്മാര്. ആര്? ഈ ഏത് മനുഷ്യൻ? ഖുർആൻ മനുഷ്യന്മാരെ എഴുതിയതാണെന്നേ.
ഖുർആൻ മനുഷ്യന്മാരെ അള്ളാന്റെ ഓർഡറാണത്. അള്ളാന്റെ ഇത് വന്നതാ. അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു തെളിവില്ല. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം എന്ന് വെക്കുക. ഇങ്ങക്ക് നിങ്ങളെ ഓരോ തിന്ന് എല്ലാ ഭക്ഷണം എല്ലാം ഇവിടെ അള്ള ഒരുക്കി, മഴ പെയ്ത് എല്ലാ ഭക്ഷണവും ഇവിടെ ഒരുക്കി. ഇങ്ങോട്ട് അത് തിന്ന് നല്ല ആമാനിച്ച് നടക്കുക അല്ലേ, കൂത്താടി നടക്കുക. നിങ്ങളെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്ക് നിങ്ങളോട് എന്താ അറിയോ, ഞാൻ പറഞ്ഞേക്കും, ഇതിനിങ്ങനെ നമ്മൾ ഭയങ്കര വൈകാരികമായിട്ട് ഒരു ഇമോഷണൽ ആയിട്ട് എടുക്കണ്ട. അല്ല, നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്തുകൊണ്ട് ഈ മതത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് ഞാൻ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഈ മതത്തിന്റെ പറയുന്ന ഒന്ന് ഞാൻ കേട്ടതേ, നിങ്ങള് പിന്നെ ഈ അടിമത്തത്വം നബി അടിമകളെ മോചിപ്പിച്ച ആളാ, അല്ലാതെ അടിമനെ സ്വീകരിച്ച ആളല്ല, പൈസ കൊടുത്ത് വരെ മോചിപ്പിച്ച ആളാ. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് അപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പറയാം. മാരിയത്തിൽ കിബിത്തിയ എന്നൊരു ആളെ കേട്ടു. അങ്ങനെ ഒരു കിബിത്തിയ എവിടെയെങ്കിലും ഉണ്ടേക്കുക? ഒരു കിബിത്തിയ എവിടെയെങ്കിലും അങ്ങനെയൊന്നും അങ്ങനെ പറയരുത്. അങ്ങനെയൊന്നും എവിടെയെങ്കിലും കിബിത്ത ഉണ്ടല്ലോ? അത് ആരാണ് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ അങ്ങനെ എവിടത്തെങ്കിലും പറയാൻ പാടില്ല. മുഹമ്മദ് നബിയുടെ ആൺകുട്ടീനെ പ്രസവിച്ച മുഹമ്മദ് നബി എന്താ കഥ? മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം എന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളി നിങ്ങൾ ബേജാറാവണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുള്ളിക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ജനിച്ചു. അത് ആരായിരുന്നു ആ കുട്ടിയുടെ അമ്മ? ആരോ അതിന്റെ അമ്മ, അതിന്റെ അമ്മ, അതിന്റെ ഏതാ അതിന്റെ അമ്മ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇച്ച അറിയില്ല, ഓർമ്മല്ല. ആയിക്കോട്ടെ, ആ സ്ത്രീയുടെ പേരാണ്, മാതാവിന്റെ പേരാണ് മാരിയത്തുൽ ഖിബ്തിയ. ഇനി ഞങ്ങളോട് ചോദിക്കണം, മുഹമ്മദ് നബിന്റെ കുട്ടി കേട്ടോ, മുഹമ്മദ് നബിന്റെ മകന്റെ ഉമ്മാന്റെ പേരാണ്. അതായത് അങ്ങനെ വരുമ്പോ ആരായിരിക്കണം? ഭാര്യമാരായിരിക്കണം ശരിക്ക്, അല്ലേ? ഭാര്യമാരായിരിക്കണം ശരിക്കും. ഈ നിങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേര് നമ്മൾ വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ പദ്യായിട്ട്? ആയിഷത്തും ഹഫ്സത്തും സൗദ സിന്ധും അങ്ങനെ നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പാട്ടുകൾക്ക് അറിയില്ല ബൈത്ത്? അതൊന്നും ഞങ്ങള് മാരിയത്തുൽ ഖിബ്തിയല്ല. മുജാഹിദ് എന്താ ഉമ്മഹാത്തുൽ മുഅ്മിനീനില്ല? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? ആയിഷത്തും ഹഫ്സത്തും സൗദ എന്താണ്? ഭാര്യമാരെ പേരുള്ളൂ, അതിങ്ങനെ പാട്ടാക്കി ബെയ്ത്താക്കി ഒന്നുമില്ല. ആയിക്കോട്ടെ, നബിയുടെ ഭാര്യമാരെ പേര് നിങ്ങളോട് പറഞ്ഞാണി, നിങ്ങൾക്ക് അറിയെങ്കിൽ. നബിമാരെ ഭാര്യ എത്രയോ ഭാര്യമാര് 10 ഭാര്യ 9 ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പെണ്ണുങ്ങൾ ആശിച്ചു കണ്ട് കിട്ടിയല്ല. ഞാൻ പറഞ്ഞത് ഈ ഭാര്യമാരുടെ എണ്ണത്തിൽ, ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സ്ത്രീയാണ് മാരിയത്തുൽ ഖിബ്തിയ. ആ മാരിയത്തുൽ ഖിബ്തിയക്ക് മുഹമ്മദ് നബിയുടെ ആൺകുട്ടി ജനിച്ചു. ഒരു ആചാരങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചതല്ല, അടിമത്തം നിങ്ങൾ അടിമത്തം മോചിപ്പിച്ചു പറഞ്ഞോണ്ട് നിങ്ങൾ ചോദിച്ചാണ്. ഈ മാരിയത്തുൽ ഖിബ്തിയനെ മുഹമ്മദ് നബിക്ക്, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ മാരിയത്തുൽ ഖിബ്തിയനെ മുഹമ്മദ് നബിക്ക് എവിടുന്ന കിട്ടി? നിങ്ങൾക്ക് അങ്ങനെ ഒരു മാരിയത്തുൽ ഖിബ്തിയനെ മുഹമ്മദ് നബിക്ക് എവിടുന്ന കിട്ടി? നിങ്ങളാണല്ലോ അടിമത്തം പറഞ്ഞത്. എവിടുന്നാണ് കിട്ടി? എവിടുന്നാണ് വന്നത്? എവിടുന്നാണ് ആ അടിമ സ്ത്രീ മുഹമ്മദ് നബിന്റെ അടുത്ത് വന്നത്? അബൂബക്കർ സിദ്ദീഖ് അടിമനെ മോചിപ്പിച്ച എങ്ങനെയാ? പൈസ കീഴെട്ടിക്കാൻ കൊടുത്തുങ്ങാണ്ട് അവരെ അടിമനെ ഉപദ്രവിച്ചിട്ട് മോചിപ്പിച്ച്. അത് ആ അടിമ കുരുത്തക്കേട് കാണിച്ചിട്ടാണെന്നാണ് പിന്നെ മറ്റേ ഇയാളുടെ തഫ്സീറിലുള്ളത്, വാഹിദിയുടെ തഫ്സീറിലുള്ളത്. നിങ്ങൾ ബിലാലിന്റെ കഥയല്ലേ പറയണേ? ബിലാലിനെ മോചിപ്പിച്ചാരാ? അബൂബക്കർ. അത് ബിലാൽ ഒരു കുന്തിരി മാണിച്ചിട്ടാണ് എന്നാണ് വാഹിദിന്റെ തഫ്സീറിലുള്ളത്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മാരിയത്തുൽ ഖിബ്തിയയിലേക്ക് വരും. മാരിയത്തുൽ ഖിബ്തിയനെ മുഹമ്മദ് നബിക്ക് എവിടെ നിന്ന് കിട്ടി? അത് അറിയോ? ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സലാത്ത് കൂട്ടി പറയുന്നത്. നിങ്ങൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേക്കും, ഈ മുഹമ്മദ് നബി ഒരു രാജാവിന് കത്തെഴുതാണ്. അതായത് നിങ്ങളും നിങ്ങളെ സൃഷ്ടിപ്പിൽ തന്നെ ഏതൊക്കെ ഒരു സാധനങ്ങളാണ് അള്ള സൃഷ്ടിച്ചത്. അല്ല, അതൊക്കെ നമുക്ക് നിങ്ങൾ പറയണ ഈ അള്ളാഹു എന്ന സൃഷ്ടാവിലേക്ക് വരണമെങ്കിൽ നമുക്ക് മുഹമ്മദ് നബി കൂടെ അല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഭൂമിയിൽ തന്നാലും പൊന്തി തന്നെ വിചാരിച്ചോളി. ഈ കിഡ്നിക്ക് എത്ര വില, ഈ ആറ്റിന് എത്ര വില, ഈ ഓരോ കണ്ണിന്റെ അവസ്ഥ എത്താ, ഓരോ അവയവത്തിന്റെ നിങ്ങളൊന്നും കണക്കൂട്ടി. അതൊന്നും അള്ളാഹു എന്ന ദൈവത്തിന് തെളിവല്ല.
അതാണ് നിങ്ങൾ ഈ മനുഷ്യനെ പറ്റിച്ചാണില്ല അല്ല, കാര്യം. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാണ്. ഒന്നും വേണ്ട, ഞമ്മക്ക് ഈ കൊറോണ വന്നേ ശ്വാസം കിട്ടാതെ എത്ര പിന്നെ കുട്ടികളാണ് ഈ മരിച്ചത്. കൊറോണ ആരെ നിങ്ങളെ കൊണ്ട് കൊണ്ടുവന്നത്? കൊടുക്കാൻ പറ്റാത്ത ഈ കൊറോണ ആരെ കൊണ്ടുവന്നത്? നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ആരെ കൊറോണ കൊണ്ടുവന്നത്? ആര് കൊടുന്നതായാലും അല്ല, അത് പറയാനല്ലോ. അത് ശരി. ആരും കൊണ്ടുവരണ്ട. ആരെ കൊണ്ടുവന്ന? അള്ള കൊണ്ടുവന്നല്ലേ? ആരും കൊണ്ടുവന്നല്ല. ഇപ്പൊ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് എല്ലാം സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ കൊറോണനെ സൃഷ്ടിച്ചാരാ? അല്ലേ, അത് നന്മ തരുന്നത് നല്ലതാണല്ലോ, തിന്മയും തരുന്നത് നല്ലതാണല്ലോ. തിന്മ തരുന്നതിൽ എന്ത് കാരുണ്യം ഉള്ളത് എന്ന് പറഞ്ഞു. നന്മയിലൊക്കെ നല്ലത്. അപ്പൊ ഇന്ന് ഒരു രാത്രിന്റെ ഒരു പകലുണ്ടാവും, ഒരു നന്മക്ക് ഒരു തിന്മ ഉണ്ടാവും. അല്ലാതെ വെറും സുഖമായിട്ട് ഇവിടെ ദിനാവ് ജീവിച്ചാനല്ല ഇവിടേക്ക് വന്നത്. അതൊക്കെ നമ്മളാണ് പറയണേ, ഉള്ള യാഥാർത്ഥ്യത്തിന് നമ്മളൊരു കഥയിലേക്കാണ് കണക്ട് ചെയ്യണേ. നിങ്ങൾ ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് നല്ലോണം നമ്മൾ തിന്നുകാണ്ട് അത് 4 വയസ്സ് മൂത്രമായി തീട്ടായി പോണം. അല്ലാതെ നിങ്ങൾ തിന്നുന്ന ഒന്നായിട്ടും വരില്ലല്ലോ, ആണോ? അതൊക്കെ ശരീരത്തിന്റെ പ്രവർത്തനല്ലേ. എന്താ റോള്? നിങ്ങളത് വാരി തിന്നണ്, ഞാനും വാരി തിന്നണ്. ഇങ്ങോട്ട് ആരോടെ പ്രവർത്തിച്ചണ് അത് പറഞ്ഞാണ്. അതിപ്പോ നമ്മള് ഈ കൊപ്ര ആട്ടിയിട്ട് മില്ലിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിണ്ണാക്ക് എണ്ണ മാറി വരൂലേ? അതിലിപ്പോ എന്താ അത്ഭുതം? നിങ്ങളവിടെ അല്ല, ഞാൻ ആരെയും വില്ല് വെച്ചിക്കണ അവിടെ? മില്ല് ആ മില്ല് തന്നെ വെച്ചിക്കണോ? ആ മില്ലുണ്ട്. ആര് വെച്ച്? അല്ല, ആ മില്ല് മനുഷ്യന്മാരുണ്ടാക്കിയ മില്ലിലോ നടക്കണില്ലേ? മനുഷ്യന്മാരുണ്ടാക്കിയല്ല ഞാൻ പറയുന്നത്, അള്ള ഉണ്ടാക്കിയതാ ഞാൻ പറയുന്നത്. അതാ പറഞ്ഞത്, ഇത് ഉണ്ടാക്കിയ ആള് അള്ളയാണ്. നമ്മളെന്താ തെളിവ്? ഇതാണ് നമ്മളെ ചോദ്യം. എന്റെ ചോദ്യം എത്ര ഉള്ളൂ. ഇത് നിങ്ങൾ പറഞ്ഞ അള്ളാഹു ആണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശക്തി എന്നതിന് എന്താണ് തെളിവ്? അള്ള അറിയുന്നത് ഇവിടുത്തെ ദൈവങ്ങളെല്ലാം ഒക്കെ സൃഷ്ടികളാ. എന്താ തെളിവ്? എന്താ തെളിവ്? പിന്നെ നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് മറ്റു ദൈവങ്ങളെ കുറിച്ചും ധാരണയില്ല. പരബ്രഹ്മം എന്ന് പറയണത്, അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറയണത്, അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയണത്, അല്ലെങ്കിൽ യാഹുവ എന്ന് പറയണത് കണ്ടില്ല? അതിന്റെ ഒക്കെ രൂപങ്ങൾ കണ്ടില്ലേ? യാഹുവിന്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിക്കണോ? യാഹുവയ്ക്കും പരബ്രഹ്മത്തിനൊന്നും രൂപമുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവതാരങ്ങളായിട്ടാണ് പറയണത്. ചേട്ടന്മാർക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ദൈവം, അവരുടെ ദൈവം. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ജൂതന്മാരുടെ ദൈവം, അവരുടെ ദൈവസങ്കല്പം യഹോവയാണ്. ഈ ദൈവത്തിനെ സൃഷ്ടിക്കാൻ കഴിയുള്ള ദൈവം ഇവിടെ ഇല്ല. നമുക്ക് ഈ ഹിന്ദുക്കളെ 30 കോടിയാണ് കളയാ. നമുക്ക് തിരിച്ച് നമ്മളെ അറേബ്യൻ ലാൻഡിലേക്ക് പോയിട്ട് ഞാൻ ചോദിക്കണം, അവിടെ ഉണ്ടായിരുന്ന 2 ദൈവങ്ങള്, അവിടെ ഉള്ള 2 ദൈവസങ്കല്പങ്ങൾ, ഒന്ന് യഹോവ, ഒന്ന് യഹോവയും ഒന്ന് അള്ളാഹു. ഞാൻ പറയണത് പേരുണ്ടല്ലോ. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, യഹോവയും അള്ളാഹിനെ എടുക്കുക, ഇതിലേതാ ശരിക്കുള്ള ദൈവം? അള്ളാഹ്. എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ഇന്നെ സൃഷ്ടിച്ചതും അതോടെ അനവധി സൃഷ്ടികളെ ഇവിടെ സൃഷ്ടിച്ചത്. അത് പ്രതിമ ഇങ്ങനെ നിന്നുകാൾ ആ പ്രതിമ ഇന്ന് വരെ നിൽക്കുന്നോട് നിൽക്കല്ലാതെ യഹോവന്റെ പ്രതിമ ഇല്ല. നിങ്ങൾ വെറുതെ അബദ്ധം പറയല്ലേ. നിങ്ങളെ ഉസ്താദ്മാര് പറഞ്ഞു പറ്റിച്ചാണ്. ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പ്രതിമ ഉണ്ടോ? ബുദ്ധിങ്ങൾ കണ്ടിക്കണോ? ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പ്രതിമ ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് പ്രതിമ ഉണ്ടോ? യഹോവയാണ് അവരുടെ ദൈവം. ഓല് പിന്നെ കുരിശും ഇങ്ങനെ പറയലും വെച്ചത്തിനാ. അത് അവരുടെ ഒരു സങ്കല്പല്ലേ, അവരുടെ ദൈവം അതല്ലല്ലോ. അവരുടെ ദൈവം സാക്ഷാൽ ദൈവമായിട്ടുള്ള യഹോവ. ആ യഹോവയും അള്ളയും തമ്മിലുള്ള ഒരു 5 വ്യത്യാസങ്ങൾ പറഞ്ഞുതരും. യഹോബ എന്ന് പറയുന്ന നബിനെ അയച്ചതാണ്, അള്ള അയച്ചതാണ്. യഹോവ അല്ല ദൈവം, അത് ഈസയാണ്. ഈസ യഹോവയാണ് ശരിക്കും ദൈവം. ആ ദൈവത്തിന്റെ പിക്ചർ ഒന്നും ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ഇല്ല. നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ഒരു പറ്റിച്ചല്ല. ഈ മുസ്ലിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് അവര് യഹോവനെ കുറിച്ച് പറയുന്നത്. കൊന്ന കുരിശുണ്ടോ? കുരിശുണ്ടോ? യഹോവനെ കൊന്നിട്ടില്ല. യഹോവനെ കൊന്നിട്ടില്ല. യഹോവ എന്ന് അറിയുന്ന ഉയർത്തപ്പെട്ട യഹോവ അല്ലാതെന്ന് അതല്ലേ പറഞ്ഞത്. യഹോവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയട്ടെ, മുസ്ലിങ്ങളുടെ അള്ളാഹുവും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യഹോവയും ഗുണവിശേഷണങ്ങൾ കൊണ്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതായിട്ടുള്ള തെറ്റ് അത് പിന്നെ നഷ്ടപ്പെട്ടാ പിന്നെ അതിങ്ങോട്ട് തിരിച്ചിട്ടാൻ വലിയ പണി തന്നെയാ. ഇങ്ങളെ ഇതൊക്കെ കബറിക്കാൻ പോകുമ്പോ ഇവിടെ തൊണ്ടക്കുയിൽ ഉറുവെത്തുമ്പോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസ്ഥ. അപ്പൊ മനസ്സിലായിട്ട് എന്താ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള വഴിയല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ അങ്ങനെയൊക്കെ ഇത് അതിന്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കൂല. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണെന്ന് വെച്ചാല്, നിങ്ങൾ ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ മനുഷ്യന്മാരെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നാണ് എന്റെ പ്രശ്നം കേട്ടോ. ഇത് ബാധിക്കുന്ന നിയമങ്ങളൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കും. ഇതിൽ എന്ത് തെറ്റല്ലത്? എന്തോരം തെറ്റ്! ഈ സ്ത്രീകളെ കുറിച്ചൊക്കെ എന്ത് വൃത്തികേട് എന്ത് തെറ്റില്ല. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അടിമത്തം നിങ്ങൾ പറഞ്ഞത്, രണ്ടാമത്തത് സ്ത്രീകളെ എങ്ങനെയാണ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. ഇത് 2 കാരണമാണ് പ്രധാനമായിട്ട്. ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഈ സാധനം ഉപേക്ഷിക്കാൻ കാരണം ഈ മതത്തിൽ എഴുതി വെച്ച മത നിയമം, അള്ളാന്റെ നിയമം എന്ന പേരിൽ എഴുതി വെക്കപ്പെട്ട നിയമത്തിൽ അടിമകൾ അത് ഉണ്ട്, അടിമത്തം അല്ല, അനുവദിച്ചിട്ടുണ്ട്, അതങ്ങനെ. അടിമത്തം ഹലാലാണ്. പറഞ്ഞുതരാം. രണ്ടാമത്തെ കേട്ടോളി. ആ. രണ്ടാമത്തത്, ഇനി ഈ അടിമ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് വിളിച്ചിട്ട് കത്ത് എഴുതിയപ്പോ അതിന് ഇന്നത്തെ മറുപടി ആയിട്ട് കാലം ആ അടിമത്തൊന്നും ഇല്ലല്ലോ, ആരും അത് കൊണ്ടു നടക്കണില്ല. പിന്നെ എന്തിനാണ് അതും പറഞ്ഞു അത് കിതാബിലുണ്ടെന്ന്. എല്ലാ കാലത്തേക്കുള്ള നിയമമായ കിതാബിൽ എങ്ങനെയാ അത് ഉണ്ടാവുക? അതാരും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ മുഹമ്മദ് നബിക്കും അടിമകൾ നിങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ പറ്റിച്ചനെ വർത്താനം പറഞ്ഞ് നടക്കണോ? ഇത് പറ്റിക്കല്ല. ഇനി നിങ്ങൾ കേട്ടോളി, ഇന്നത്തെ കാലത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്തുള്ളത് പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്തുള്ളത് പറഞ്ഞുതരാം, കേട്ടോളി. ഇന്നത്തെ കാലത്തുള്ളതാണ് ഈ അടിമത്തം കഴിഞ്ഞാൽ പിന്നെ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്ത സാധനമാണ് ഇസ്ലാമിൽ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം. ഒരു വിവേചനവും ഇല്ല. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ എന്നെ പറയണതൊക്കെ. ഒരു വിവേചനം ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കാണ്. ആണുങ്ങൾക്ക് എല്ലാ സൗകര്യം, 2 പെൺകുട്ടികളുണ്ടായ അതിന് പോറ്റി വളർത്തിയാണ് സ്വർഗം ഉള്ളത് കൊടുക്കാന്ന് പിന്നെ പറഞ്ഞതാ. അത് നല്ല മട്ടം പോലെ നോക്കാനും ഓൾക്ക് മാന്റെ പിന്നെ അവകാശങ്ങൾ കൊടുക്കാനും ഓൾക്ക് മാന്റെ കല്യാണം കഴിച്ചു കൊടുക്കാനും എല്ലാം ഇതിൽ പറഞ്ഞതാ. ആകാശം പെൺകുട്ടിയൊക്കെ ഇല്ലത് ആർക്കോ ഓരോ ഭർത്താക്കന്മാർക്ക്. അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട് വിചാരിക്കാം, നിങ്ങളെ പെൺകുട്ടിനെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ കഴിച്ചു കൊടുക്കണേ, കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ രക്ഷിതാവ് കഴിച്ചു കൊടുക്കണം. എന്താ നിങ്ങളെ പെൺകുട്ടീന്റെ നിങ്ങൾക്ക് രക്ഷിതാവാൻ പറ്റൂല? അത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ല, അത് ആണുങ്ങൾ ചെയ്യേണ്ട കാര്യം. അതെ, അതാണ് പറഞ്ഞ വിവേചനം. അതെന്താ പ്രശ്നം? വിവേചനല്ല, പെണ്ണിന്റെ ആണിന്റെ ചെറുതല്ലിന് ശക്തി പെണ്ണിനില്ല. പെണ്ണിന് അത്ര ബുദ്ധിയില്ല. ആണിന്റെ പറഞ്ഞ മണ്ടത്തരാണ് ഇതൊക്കെ, കിതാബിലുള്ള മണ്ടത്തരാണ്. ഞാൻ പറയട്ടെ, ഇത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി ഓലെ പറഞ്ഞങ്ങോട്ട് പഠിപ്പിച്ചിക്കാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് ഈമാനില്ല, ഇങ്ങക്ക് ഇതില്ല, അതില്ല, ശക്തിയില്ല. അതിന് രണ്ടുന്നല്ലേ ഈമാനും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ആണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങള്, എല്ലാ കൂത്താടി നടക്കുന്ന പെണ്ണുങ്ങള് ഈ മാന്റെ ഏറെയാണത്. ഈമാൻ ഏറിയിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഈ ദുനിയാവില് എല്ലാ ഇവിടെ പോരായ്മ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്, നിങ്ങളോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത പച്ചക്ക് പറഞ്ഞു തരാത്തത്. നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, നിങ്ങൾ മഹർ മാത്രം പഠിച്ചാൽ മതി, നിങ്ങളെ പ്രശ്നം തീരും. മഹർ എന്താന്ന് മാത്രം എന്താ മഹർ? പെണ്ണ് വിവേദമല്ല പറഞ്ഞു. ഞാൻ അള്ളാഹ് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് അള്ള സൃഷ്ടിച്ച അള്ളാന്റെ കിതാബും നിയമവും നോക്കിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇടിവെട്ടുണ്ടോ? അതാരാ ഇടിവെട്ടിച്ചത്? ഇനിയിപ്പോ ദൈവം ഉണ്ടെങ്കിൽ തന്നെ അത് അള്ള അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ തന്നെ അത് അള്ള അല്ലാന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്, പിന്നെയാണ് ദൈവം അല്ലാന്നൊക്കെ പറയണത്. അല്ലേ, അത് നിങ്ങൾ പോയി ഇങ്ങോട്ട് പൊട്ടിച്ച ഇച്ചയ്ക്ക് തീക്കട്ട വരെ വീണ, അത് നിങ്ങൾ പോയി ഇങ്ങോട്ട് പൊട്ടിച്ച. അതൊക്കെ അവിടെ നടക്കും. മഴ പെയ്ജണ്, വലിയ വരസല്ല, നേരത്തെ മഴ കിട്ടണതിന്റെ സന്തോഷം എത്തിര. അത് നിങ്ങൾ ഉറങ്ങി കിടക്കണവനെ മൂടോടെ പുഴക്കി കൊണ്ടുപോകണ ഉരുൾപൊട്ടൽ ഉണ്ടാക്കണ അതും ഉണ്ടാവും അതിന്റെ അടിയിൽ കൂടെ. അതുണ്ട്. അതെന്തിനാ? അതൊക്കെ കജ്ജും കാലില്ലാത്തോലെ കജ്ജും കാലില്ലോല് കണ്ട് കാണും മനസ്സിലാക്കാനാ. കണ്ണില്ലാത്തോല് കണ്ണിന്റെ വില മനസ്സിലാക്കാനാ. അതോടെ മഴയും ഇടിയും ഇതൊക്കെ വരുന്നേ, അതൊക്കെ ഇത് ഉണ്ടാവുന്നില്ല. ഒരു വേള ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഭാഗത്ത് നിങ്ങളാണെന്ന് സങ്കല്പിച്ചു. ഞാൻ പറഞ്ഞല്ല, അത് പറഞ്ഞല്ല. അതൊക്കെ ഈ ദുനിയാവില് അള്ളാന്റെ പരീക്ഷണങ്ങളാണ്. അള്ള പരീക്ഷിക്കാണ് മനുഷ്യനെ. എങ്ങനെയുണ്ട് മനസ്സിലാക്കാല്ലേ? പരീക്ഷിക്കാതെ അറിയില്ലേ? അത് നന്മയും തിന്മയും അതിക്ക് തിരിച്ചു വിട്ട ഒരു നന്മയും അറിയില്ലേ? പരീക്ഷിക്കാതെ അറിയില്ല. അള്ളാഹ് അറിഞ്ഞോണ്ട് തന്നെയാണ് ചെയ്യുന്നത്. മനുഷ്യനെ ഇങ്ങനെ ദുരിതം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാ. അള്ളാഹ്ക്ക് എന്തിന്റെ കേടാ? നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പിന്നെ ഒരു ശക്തിയുമായിട്ട് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്താൽ എന്താ ഉള്ളത്? അല്ലെ, ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ശക്തി തന്നതാരാ? ഈ സംസാരിക്ക ഇതില്ലാത്തോലും പറയണ്ടല്ലോ. ഇതിന് ശക്തി എന്നാരാന്ന് പറഞ്ഞാണ്. ഇതിന് നമുക്ക് ശക്തി ഉള്ളതാണ്, ഇതിനുള്ളതാണ്. എങ്ങനെയുണ്ടായി? ഞാൻ വളർന്നു വന്നപ്പോ ഉള്ളത് അവിടെ. എങ്ങനെയാണ് വളർന്നു വരുമ്പോ നിങ്ങള് പെറ്റിങ്ങോട്ട് ദീക്ക് വന്നേരം പിന്നെ നിങ്ങൾ വളർന്ന് നല്ലോണം വളർത്തി. ഇമ്മ വളർത്തിയാലും മക്കതിന് മരുന്നൊന്നുമില്ലല്ലോ, വളർത്താനില്ല. പിന്നെ എന്ത് അത് ഡോക്ടർമാര് ചികിത്സ രോഗത്തിനുള്ളൂ, അല്ല വളർത്താനും വളർത്താനും ഇങ്ങനെ ഭക്ഷണം തരും. ഭക്ഷണം തന്നില് വളരൂലല്ലോ. ഭക്ഷണം തിന്നായിട്ടാ എത്രയോ കുട്ടികൾ വളരുന്നില്ലല്ലോ. അത് ഭക്ഷണം തിന്നായിട്ടാ ഉരുണ്ടും മറിഞ്ഞ് വളരാതെ.
അത് എന്തൊരു പ്രശ്നങ്ങൾ അസുഖമാണ്. ഉള്ളതുകൊണ്ട്. ഒരു അസുഖം ഇല്ലാതെ തന്നെ കജ്ജും കാലും ഇല്ലാതെ അവനെ അസ്ഥി പൊട്ടിങ്ങോണ്ടും അങ്ങനെ വളരുന്നേ. അതൊക്കെ അല്ല ഇല്ലാന്നുള്ളതിന്റെ തെളിവാണ്. അല്ല അത് ഉണ്ട് നിങ്ങൾ എന്നുള്ള പഠിച്ചാ തെളിവാ. മനസ്സിലാവും. അല്ല ഉണ്ട് എന്നുള്ള തെളിവാ. അല്ല നിങ്ങള് ഇല്ലാന്നുള്ളതിന്റെ തെളിവാണ് ഈ അത് ഓരോന്ന് ഓരോ അതാണ് കോലത്തിലാവുന്നതും നിങ്ങൾ ഈ അവിടെ ഇവിടെയൊക്കെ വിശ്വാസത്തിന്റെ ഇല്ലാതാവുന്നതും. ഇതാണ്. നിങ്ങൾ ഇതൊന്നും എങ്ങനെ ഇതൊന്നും വിശ്വസിച്ചോളി. ഒരു അത് നിങ്ങൾ വ്യവസ്ഥയും വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ നടക്കണമെന്നല്ല. ചിന്തിക്കുന്ന ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നതാണ്. ചിന്തിക്കുന്നില്ല. ഏതേ നാക്കാലി ആണെങ്കിലും ചിന്തിക്കും, മനസ്സും ചിന്തിക്കണില്ല, ബുദ്ധിയില്ല മനസ്സും ചിന്തിക്കണില്ല. ഇതിന്റെ ഒക്കെ സൃഷ്ടികൾ എങ്ങനെയാ? എത്രയോ മൃഗങ്ങൾ, എത്രയോ ജന്തുക്കള്, ഏതൊക്കെ സാധനങ്ങൾ ഈ ദുനിയാവിൽ നമുക്ക് മാണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാ അല്ലെ? ഞാൻ നിങ്ങളോട് പറയണത് ഇതൊന്നും നിങ്ങൾ ആലോചിച്ച ഉണ്ടാക്കിയതാണ് കാര്യമില്ല. മഹർ മാത്രം ആലോചിച്ചാൽ മതി. മഹറിന്റെ അല്ല ഒരു കേൾക്കണ്ടേ? പെണ്ണ് മഹറൊക്കെ എന്താന്നുള്ളത്. മാണ്ടിയൊക്കെ കൊടുക്കാൻ മാണ്ടാത്ത കൊടുക്കണ്ട. ഏഹ് കെട്ടിച്ചാത്തോലും ഉണ്ടല്ലോ, എങ്ങനെ കെട്ടിച്ചാത്തോലുണ്ട്, കെട്ടാത്തോലുണ്ട്. അതൊക്കെ മഹർ ആ വെച്ചിട്ടൊന്നുമല്ല ജീവിച്ചത്. ഞാൻ ജീവിച്ചതിന്റെ ഇതാ ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങൾ ഈ ജീവിക്കണേന്റെ കളിയാക്കി കാര്യമാണ് ഇങ്ങാണ്ട് ചോദിച്ചത്. പറയണ്ടല്ലോ, അള്ളാനെ കളിയൊക്കെ ഉണ്ടല്ലോ. ആ കളിയാക്കണൊക്കെ നിങ്ങൾ ഞാൻ അറിയാൻ പോകുന്നത്. ആരെയും കളിയാക്കലില്ല. അള്ളാനെ കളിയാക്കണ്ട. ഞാൻ ഉള്ള അല്ലല്ലാതെ കാര്യം കളിയാക്കാം. പറയും. നിങ്ങളൊരു 5-6 ആൾക്കാരെ ഇങ്ങനത്തെ ഉള്ളൂ. ഓല് നിങ്ങൾ ഇവിടെ ഏത് മനുഷ്യനും കാര്യമല്ല. ഇവിടെ ഇസ്ലാം ഇവിടെ ഇല്ലാതെ പോവില്ല. ഇസ്ലാം സത്യസന്ധത ഉണ്ടായിക്കോട്ടെ, അതിനെന്താ ഇപ്പൊ എല്ലോലായിട്ടുണ്ടാവും. കുഴപ്പം? സത്യസന്ധത എല്ലോലായിരുന്നു അല്ലാത്തവരെ നിങ്ങളൊപ്പം പോരുള്ളൂ. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല ദീനുബോധം എല്ലോലെ നിങ്ങളൊപ്പം പോരൂല. അതൊക്കെ അല്ലാത്തവരെ നിങ്ങളൊപ്പം നമ്മള് പോരും. പണ്ടിന്റെ നമുക്ക് അന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? അതിലൊന്നും കാര്യമില്ല. അല്ല നമ്മൾ ഉണ്ട്. പറയുന്ന കാര്യം ഇഷ്ടമില്ലാത്ത ശരിയാണോ ആൾക്കാർ തെറ്റാണോ? കുറെ ഇപ്പൊ വെള്ളത്തിന് ഫണ്ടി വരുന്നില്ലേ? അത് പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യത്തില് ഒരു പെശകുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. പെസക് അല്ലാതെ ഇപ്പൊ തന്നെയാണ് നിങ്ങൾ ഈ അള്ളെല്ലാം പറയുന്ന തന്നെയാ വലിയ പെസക്. അപ്പൊ നിങ്ങൾ അള്ള ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നാ പോരെ, അല്ലാതെ ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ എറുമ്പിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. എങ്ങനെ? അതിന് ആത്മാവിനെ കൊടുക്കാൻ കഴിവുണ്ടോ? ജീവൻ കൊടുക്കാൻ ഉണ്ടോ? അതില്ലെങ്കിൽ ഉണ്ടോ? ഇവിടെ അള്ളയാണോ അതിന്റെ ആർക്കേലും പിന്നില്? കഴിവുണ്ടോ? ഈ ദുനിയാവിൽ ആർക്കേലും കഴിവുണ്ടോ? അന്ന് പറഞ്ഞു ഇനി തരണം. എന്താ ഈ ആത്മാവ്? ആത്മാവ് നിങ്ങൾ ഈ സംസാരിക്കണേ അത് ആത്മാവുണ്ടായിട്ടാ. അള്ളാഹ്ക്കും കഴിവില്ല ജീവൻ ആത്മാവൻ പോയാൽ കൊടുക്കാന്. നിങ്ങൾ ഇവിടെ അള്ളാഹ്ക്കും സാവായി കഴിവില്ല ജീവൻ കൊടുക്കാന്. കേട്ടോ. നിങ്ങളെ ജീവനൻ പോയാ ഇവിടെ സാവായി. അത് അപ്പം നിങ്ങളെ അതിപ്പോ ശരീരത്തിൽ നിന്ന് അതിപ്പോ രോമം പോകില്ല. അള്ളാഹുല് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജീവൻ പോയാൽ ശവാവും. അല്ലേ? നിങ്ങളെ രോമത്തുമ്മന്ന് എന്നും പോണില്ല. എന്നാലും ഞാനും നിങ്ങളൊക്കെ ഇവിടെ കടക്കും അച്ചേക്ക് ശവായി. പിന്നെ അതെ ചീഞ്ഞാണല്ലായി. അതിപ്പോ പിന്നെ അള്ള അയിമന്ന് ഉണ്ടെങ്കിലും പോയതെത്താ? ഇല്ലെങ്കിലും കിടക്കും. അയിമന്ന് പോയതെത്താ? അയിമൊന്നും ഒന്നും അയിമന്ന് പോയിട്ടില്ല. പോയതെത്താ? നീച്ച് പോണില്ലല്ലോ, ഒന്നും അയിമൊന്നും ഒന്നും ചെല്ലുന്നില്ലല്ലോ. പോയിട്ടില്ലെന്നേ. ഏഹ് അയിമൊന്നും ഒന്നും പോയിട്ടില്ല. അത് ആ കൊണ്ടുവരാൻ ഒരു ഒന്നും മലക്കും പോകാതെ വന്നിട്ടില്ല. ആ കടക്കണ കടത്ത് നിങ്ങൾ കാണില്ലേ? കണ്ണില് കാണില്ലേ? മരിച്ചു കിടക്കണ മനുഷ്യന്മാരെ അയിമൊന്നും ഒന്നും പോയിട്ടില്ലേനേ. അത് അവിടെ ഓലെ തന്നെ ഉണ്ട്. മേത്തുനിന്ന് എന്താ പോയതാ പറഞ്ഞേരി. അത് ഓലെ മേത്തുനിന്ന് എന്താ പോയി? അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിൽക്കുമ്പോ അതാ അതിലേക്ക് കിട്ടുന്ന ഓക്സിജനും ബാക്കി എങ്ങനെയാലും സാധനങ്ങളൊക്കെ ജീവൻ കട്ടാവും. എന്ന സാധനം അത് പോയതെങ്ങനെ? ഇല്ല, ഇപ്പൊ ജീവൻ ഞാനും പറഞ്ഞ സാധനം നിങ്ങളൊക്കെ പോണില്ല. രക്തം ഇപ്പൊ ഇങ്ങനെ ഞങ്ങളൊരു ഓടി ഉദാഹരണം പറയും. ഇപ്പൊ ഇന്ന് നമ്മളൊരു വാർത്ത കേട്ടത്, എയർ ആംബുലൻസിൽ ഒരു അപകടം പറ്റിയിട്ട് ഒരാൾ മരണം, മീൻസ് അയാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. എങ്ങനെ മരിച്ചണേ? അപകടം പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞ ജീവൻ റൂഹ് ആരും എടുത്തോണ്ടില്ല എന്ന് പറഞ്ഞുതരാം. അപ്പൊ റൂഹ് ആരും എടുത്തോണ്ടില്ല. ആ മസ്തിഷ്ക മരണം സംഭവിച്ച സമയത്ത് അയാളുടെ പിന്നെ ഹൃദയവും കരളും കിഡ്നിയും അങ്ങനെ പല പല അവയവങ്ങള് 8 പേർക്കായിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അതെ, എടുത്ത്. ആത്മാവ് പോയാലും ജീവൻ അവിടെ കുറച്ചു നേരം ഉണ്ടാവും. അപ്പൊ ആ ജീവനും എളിയിലാണ് അപ്പൊ നിങ്ങൾ നേരത്തെ കൊണ്ടുപോയതിനെ പറഞ്ഞ വരെ. ആത്മാവും ജീവനും ഒന്നല്ലേ? അല്ലേ? ആത്മാവ് അറിയാം, ആത്മാവ് അറിയാം. അതെന്താ? കൊണ്ട് പായനെ കണ്ടോ? ആ എത്ര കടുപ്പം കൊണ്ടാണ് കൊണ്ടുപോയാണ് മറ്റവർക്ക് പഠിപ്പിച്ചത്. അത് വീരുണ്ടോ? അത് അത് ജീവനാണ് അല്ലേ? അതാണ് ജീവൻ. ജീവനാണ്. അപ്പൊ ആത്മാവ് എന്താ? ആത്മാവാണ് നമ്മളെ ഈ അപ്പൊ ആ ജീവൻ അവിടുന്ന് എങ്ങോട്ട് ഊരി പോയിട്ടില്ലല്ലോ? എളുപ്പത്തിൽ പോകില്ല. ഇല്ലല്ല, ആ ജീവൻ അവിടുന്ന് എങ്ങോട്ട് ഊരി എടുത്ത് കൊണ്ടുപോയിട്ടില്ലല്ലോ ആരും. ആത്മാവിനെ കൊണ്ടേ ആത്മാവ് അള്ള എന്താ? തന്ന ജീവൻ ആത്മാവ് അപ്പൊ സാധനം ഞാൻ അതുണ്ട്. ചോദിക്കട്ടെ, അപ്പൊ ഈ ആത്മാവ്, ഈ അവയവങ്ങൾക്ക് ആത്മാവില്ലേ? അവയവങ്ങൾക്കില്ലാതെ ജീവനുണ്ട്. ആത്മാവ് പറഞ്ഞ വേറെ, ജീവൻ പറഞ്ഞ എളുപ്പത്തിൽ പോകൂല. കോഴി അർത്ഥം കണ്ടില്ല പടീന്, ആ ജീവൻ വേഗം പോകൂല. ഞാൻ പറയട്ടെ, അർത്ഥം കണ്ട ഇസ്ലാമിൽ അങ്ങനെ ജീവനും ആത്മാവ് രണ്ടെണ്ണല്ല, ഒന്നുള്ളൂ. എന്നാ ഒന്ന് തന്നെയാണെങ്കിലും ആ മനുഷ്യൻ ഞാനായാലും നിങ്ങളായാലും വേറെ അപ്പൊ ആരായാലും ആരും മരിച്ചു പോയ ഊരിക്കൊണ്ടോണില്ല, മനുഷ്യന് ആരും ഊരിക്കൊണ്ടോണില്ല. ജീവുണ്ടെങ്കിലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. കൊണ്ടുപോയിട്ടില്ലേ നീച്ച് പോണ്ടേ? കണ്ടു അപ്പൊ നടക്കണം, മതി നടക്കണ്ടേ? ഈ ജീവൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പല മനുഷ്യന്മാരെയും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ആ ജീവൻ പിടിച്ചു നിർത്തുന്ന സാധനം എത്ര ഉണ്ടല്ലോ. നിൽക്കും? പറഞ്ഞുതരാം. എത്ര നിൽക്കും? എത്ര കൊറേ നിക്കും, ചിലത് കൊറേ എത്തിനും അധികം നിൽക്കൂല. നിക്കും. 1-2 ദിവസം ഞാൻ നിൽക്കും. പറയണ ഒരു പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ വെന്റിലേറ്ററിൽ ഇട്ടാല് ഒരു 10 ദിവസം കൂടിയും ജീവൻ പിടിച്ചു നിർത്താവുന്ന ശരീരം. വെന്റിലേറ്റർ ഇട്ടുകാണ്ടേ 3 വർഷം കഴിഞ്ഞ് തീർത്ത് പൊട്ടാനായിരിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ഒരു സാങ്കല്പിക സംഗതി ചോദിക്കുകയാണ്. ഇപ്പൊ ഒരാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു, വെന്റിലേറ്ററിൽ ഇട്ടു, അയാളുടെ ജീവൻ നിലനിർത്തി. ആ ജീവൻ നിലനിർത്തുമ്പോ അതുകൊണ്ട് അതിന്റെ റൂഹ് പോയിട്ടില്ല. റൂഹ് പോയിട്ടില്ല. റൂഹ് പോകുമ്പോ കണ്ണ് മേപ്പെട്ടായി പോണതാ. ഞാനത് ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഇതൊന്ന് ക്ഷമിക്കേ. അപ്പൊ അങ്ങനെ പോയി. അതേ സമയത്ത് ആ വെന്റിലേറ്റർ എപ്പോ റിമൂവ് ചെയ്യണോ അപ്പൊ അയാൾ മരിക്കും.
ആ അങ്ങനത്തെ ഒരു അപ്പൊ അവസ്ഥയാണ് വിചാരിച്ചോ. അതിന്റെ ജീവനായില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞുതരി. അപ്പൊ നമ്മളെ വിശ്വാസം അനുസരിച്ചിട്ട് അസ്രായേൽ റൂഹ് ഊരി എടുത്ത് കൊണ്ടുപോവാണ് ചെയ്യണത്. അപ്പൊ ഈ വെന്റിലേറ്ററിൽ ഇട്ട ആളെ അസ്രായേൽ പുറത്ത് വന്ന് ഇങ്ങനെ കാത്തിരിക്കുക. അതിനെ വെന്റിലേറ്ററിൽ ഇട്ട ആള് മരിച്ചൂല. അതുകൊണ്ടാണ് ഈ ജീവൻ കൊടുത്ത് നിർത്തുന്നതേ. ജീവൻ ശ്വാസം പോകാതെ നിർത്തുക. അപ്പൊ മരിച്ചൂല. അപ്പൊ അത് എപ്പോ എടുക്കണം എന്ന് ഡോക്ടർമാര് തീരുമാനിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ പറയുകയാണെങ്കിൽ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഈ റൂഹ് പോകാറിന് അസ്രായേൽ വരണ്ടേ? റൂഹ് പോകാറിന് അസ്രായേൽ അല്ലേ എടുത്തോണ്ടോണേ? അതിന്റെ മുമ്പും പോകും. പക്ഷെ ഇവല് ജീവൻ കൊടുത്തിങ്ങ ഉണ്ട് എന്ന് പറഞ്ഞ് കിടത്തുകയാണ്. അപ്പൊ വെന്റിലേറ്റർ കിടക്കുന്ന ആൾക്കാരുടെ ചിലപ്പോ റൂഹ് ആദ്യം എടുത്തോണ്ടിട്ടുണ്ടാവോ? റൂഹ് ആദ്യം എടുത്തോണ്ടല്ല. റൂഹ് പോയാല് പിന്നെ അത് ചീർക്കൽ തുടങ്ങി. അപ്പോഴും അവിടെ കിടക്കും. അപ്പൊ അതിന്റെ ഹൃദയമിടിപ്പ് നടക്കും, പിന്നെ രക്തയോട്ടം ഉണ്ടാവും, ജീവൻ നിലനിൽക്കും ചെയ്യും. അതിന് മരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ചികിത്സ ചെയ്യുമ്പോ നന്നാവും. അപ്പൊ നന്നാവും. ചികിത്സ കൊടുക്കുമ്പോ നന്നാവും. ഞാൻ ചോദിക്കണ റൂഹ് എപ്പോഴും മനുഷ്യന് അങ്ങനെ നിർത്താൻ പറ്റൂല. റൂഹ് അസ്രായേൽ ഊരി എടുക്കുമ്പോഴല്ലേ മരണം സംഭവിക്കുക? റൂഹ് പിന്നെ ഊരി എടുത്താലും കുറച്ചു നേരം നമ്മളെ ജീവനായിട്ട് ഇങ്ങനെ പേടി. ആ ജീവൻ റൂഹ് പൂർണ്ണമായിട്ട് പിടിച്ചെടുത്താല് ഏത് ജീവിക്കില്ലതാ. ഞാൻ ചോദിക്കണ ചോദ്യം ഇത്രേ ഉള്ളൂ. റൂഹ് അസ്രായേൽ ഊരി എടുത്താൽ ജീവൻ നഷ്ടപ്പെട്ടില്ലേ? മരിച്ചില്ലേ? കാണില്ല ഇവിടെ മരിച്ച മനുഷ്യന്മാരൊക്കെ. നിങ്ങൾ ഇതൊന്ന് അന്വേഷിച്ച് നോക്കി. ആ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ആളുകളെ ജീവൻ നിലനിർത്തുമ്പോ അസ്രായേല് പുറത്ത് വെയിറ്റിംഗ് സീറ്റിൽ ഇരിക്കുകയായിരിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെ ഞാൻ ചോദിച്ചട്ടെ, നിങ്ങളെ ഈ ജീവനുള്ള ആൾക്കാർ ആദ്യം കാട്ടണ മാതിരി എല്ലാം നടക്കും വേണോ, എല്ലാം ചെയ്യും വേണോ? ജീവൻ പോയിട്ടില്ലായിട്ടല്ലേ അവിടെ കിടക്കണത്. ആ റൂഹ് പോയിട്ടല്ലേ അവിടെ വിഗണ കിടക്കണേ. എന്ത് കാട്ടിയാലും വെട്ടിയാലും മുറിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. എത്ര പോസ്റ്റ്മോർട്ടം ചെയ്തണ്, അത് ജീവനാണ്, ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ റൂഹ് പറഞ്ഞ സാധനം ഒരു പൊട്ടക്കഥയാണ് കേട്ടോ. നമ്മൾ ആത്മാവ് എന്ന് പറഞ്ഞ ഒരു പൊട്ടക്കഥയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. അത് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും വേണ്ടില്ല. അതാണ്. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശ്വാസം. ഇതന്നെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളും ചിന്തിക്കണം എന്ന് എനിക്ക് പറയാം. ഈ ലോകത്തിൽ നിങ്ങളും ചിന്തിക്കണം, നിങ്ങളും വായിക്കണം, പഠിക്കണം. നമുക്ക് ദേഷ്യം വൈരാഗ്യം ഒന്നും വേണ്ട. ഞാൻ പറയണത് നിങ്ങൾ കുറച്ച് കേൾക്കി. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തി. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് ഇടക്ക് നിൽക്കും. ഖുറാനൊക്കെ മറിച്ചു നോക്കി. ഞാൻ മറിച്ചലുണ്ട്, പരിഭാഷയൊക്കെ വായിച്ചണാ. പിന്നെ ആ താത്ത പറയണേ ഞാൻ നോൻപോയിട്ടില്ല, ഞാൻ ഈ ദീനിന് എന്തേലും പറ്റുമോ, ഈ മുസ്ലിമിന് എന്തേലും പറ്റുമോ, അല്ലെങ്കിൽ ദീനിന് എന്തെങ്കിലും പറ്റുമോ, അള്ളാന്റെ ഖുറാൻ എന്തേലും പറ്റുമോ? ഓൾ ചെയ്തിട്ടില്ലേ ഓൾക്ക് പോയി എന്നല്ലാതെ. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ട നിങ്ങളായാലും നിസ്കരിക്കൂലേ? വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അള്ളാഹു പഠിച്ചോനെ, ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ചെറുപ്പത്തില്. അള്ളാഹു ഹിദായത്ത് നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പിന്നെ ആ ചിന്തയൊക്കെ വരുന്നത്. എടുത്തു കളയില്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ പറയുന്നില്ല എടുത്ത് കളയില്ലെന്ന് ഞാൻ പറയില്ല. എങ്ങാനും നിങ്ങളെ ഹിദായത്ത് എടുത്ത് കളഞ്ഞാല് പിന്നെ നമ്മള് ഒക്കെ ഒരേ ഹിദായത്ത് എടുത്ത് കളയതേ എപ്പോഴും 5 ദിവസം നിസ്കരിച്ച് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അതൊക്കെ ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ മദീനയിൽ ലാസ്റ്റ് പോയിട്ടേ എനിക്ക് സംശയം അങ്ങനെ ഉണ്ടായപ്പോ ഞാൻ മദീനയിൽ പോയിട്ട് നിലവിളിക്കുന്നു, ഇത് ഈമാൻ നിലനിർത്തി കൊണ്ട പഠിച്ചോനെ എന്നിട്ട്. നിങ്ങൾക്ക് അന്ന് കണക്കാക്കി ഉണ്ടാവില്ല. അതാ പറഞ്ഞേ. അപ്പൊ ഇങ്ങനത്തെ നിങ്ങളെ കാര്യത്തിന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. എത്ര ചെറുപ്പക്കാര് കുട്ടികൾ എത്തുന്ന വഴി തെറ്റി പോകുന്ന അറിയോ? അതറിയോ? എവിടെ വഴി തെറ്റി പോണെന്ന് നിങ്ങൾ പറയണേ? നല്ല നിങ്ങൾ തന്നെ ഖുർആനെ നിങ്ങൾ കുറ്റം പറയുക, ഹദീസിനെ നിങ്ങൾ കുറ്റം പറയുക, നബിനെ മുഹമ്മദ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് ആരെ കുറിച്ചും പറയാം. അപ്പൊ എന്റെ കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ തന്ന നന്ദി കുറവുകളും ഉണ്ടെങ്കിൽ നമ്മൾ പറയണത് തിരുത്താനാണ്, അത് ശരിയാക്കാനാണ്. പിന്നെ ഞാൻ അതിനെ നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറഞ്ഞേ, ഈ ലോകത്ത് എന്തൊക്കെയോ ഒരു സാധനം ഇവിടെ നമുക്ക് ഉണ്ട്. അത് ഞമ്മക്ക് തിന്നാനാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു സാധനം നമുക്ക് കുഴിച്ചിട്ടുള്ളൂ. അത് വളർന്നു വരുന്നത് ഞമ്മളെ കൈകൊണ്ടല്ല. അത് വളർന്ന് വന്ന് ഞമ്മക്ക് കായ് കനികളൊക്കെ ഞമ്മക്ക് തിന്നാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കി തരുന്നേ. ഇങ്ങോട്ട് ആ നന്ദിയില്ലാത്ത സ്വഭാവങ്ങള് ഇങ്ങനെ ഇതിൽ കൂടെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഒന്നും അറിയാത്ത ഈ കുട്ടികളും വഴിതെറ്റില്ല. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വഴിതെറ്റിയ ഒരു കുട്ടി എത്ര കാലങ്ങൾ ഇത് കൊണ്ടുപോയാലും 100 കൊല്ലത്തിലപ്പുറം പോവില്ല. അവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവും മനുഷ്യന്മാര്. 63 കൊല്ലല്ലേ മുഹമ്മദ് നബിക്ക് പോയത്? മുഹമ്മദ് നബി അങ്ങനെയാണെങ്കിലും അതിലേറെ 100 കൊല്ലം നിന്നാലും അവിടുന്ന് അങ്ങോട്ട് മനുഷ്യന്മാരുണ്ടാവും. ഉറപ്പല്ലേ? ഇപ്പൊ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. ചിലപ്പോ പുതിയ മതങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു 350-400 കൊല്ലം മുമ്പ് ഈ മുജാഹിദുകളില്ലല്ലോ.
മുജാഹിദ് എപ്പോഴും മുജാഹിദാണ് ആദ്യം ഇവിടെ ഇല്ലേനെ. ഇല്ലേ ആദം അത് നബി തൊട്ട് പിന്നെ മുജാഹിദാ. അത് പിന്നെ ഉണ്ടായി വന്നതാണ്. ആദം നബി തൊട്ട് മുഹമ്മദ് നബിയെ മുജാഹിദാ. മറ്റോലൊക്കെ ഉണ്ടാക്കി കൂട്ടിയതാ. അതൊക്കെ നിങ്ങൾ മുജാഹിദികൾ പറയല്ലേ. ഈ നമ്മളെ സുന്നികള് കിതാബ് ഓതി പഠിച്ച മൗലന്മാര് പറയണത് ഈ മുജാഹിദികളൊക്കെ ഈ വഹാബികളൊക്കെ ജൂതന്മാരുണ്ടാക്കി വിട്ടാന്ന് പറയുന്നത്. ജൂത സൃഷ്ടിയാണ് വഹാബിസ് എന്ന് പറയുന്നത്. അതുപോലെ എങ്ങനെ പറയും, മരിച്ച മനുഷ്യന്റെ കവറിങ്ങ പോയിങ്ങാണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കാണിച്ചു അങ്ങനെ വേണോ നബി മരിച്ച നബിനെ വിളിച്ച് പ്രാർത്ഥിച്ച എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുക, എന്തൊക്കെ കോപ്പാളാണ് കാട്ടിക്കൂട്ടുന്നത്. അതൊക്കെ ഒരു മനുഷ്യന് ചേർന്ന് ചിന്തിക്കുന്ന എന്തൊക്കെയാ ഈ ദുനിയാവിൽ എല്ലാം ചെയ്ത് ആരും തടുക്കൂല. ഞാൻ ജാറത്തിലും പോയില്ല, ഇപ്പൊ പള്ളിയിലും പോയില്ല. നിങ്ങൾ എവിടെ പോയിട്ടില്ലെങ്കിൽ നല്ല സമാധാനം ഉണ്ട്, സന്തോഷം ഉണ്ട്. നിങ്ങളെ പോലത്തെ ടെൻഷൻ ഒന്നും ഇപ്പൊ എനിക്കില്ല. ഇച്ചൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കും, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. നിങ്ങൾ ഇടക്ക് നിങ്ങൾ എന്റെ വീഡിയോ കാണലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഇടക്ക് കാണുമ്പോ ഞാൻ പറയണ കാര്യങ്ങൾ ശരിയാണോ, എന്താ ഈ ചങ്ങായി പറയണെന്ന് വേണം ആലോചിച്ചിട്ട്. നിങ്ങൾ വെറും പറയലെത്താ അടിമത്തം നബിന്റെ കുറ്റം പറയാം. അല്ല ഞാൻ ഓരോ വിഷയങ്ങൾ എടുത്ത് പറയുമ്പോ അതിൽ ഊന്നി പറയുന്നുള്ളൂ. അപ്പളാ ഞാൻ അത് പ്രതികരിച്ചു തന്നത്. നിങ്ങൾ അടിമത്തം എത്രയോ മനുഷ്യന്മാര് ഈമാൻ അങ്ങനെ പോണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരെ ഇവിടെ കോടാനുകോടി ആൾക്കാരൊക്കെ എത്രയോ കൊന്നൊടുക്കണേ. അതിനൊക്കെ ഈ നമ്മൾ ഏറ്റവും കൂടിയൊരു കാര്യം ഉണ്ടാവും. ഈമാൻ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞമാതിരി പോകും വരും ചെയ്യണ സാധനല്ലേ. ആണ് നല്ല കോലത്തിൽ നമ്മള് മനസ്സൊന്ന് തുറന്നു വെച്ച് വായിച്ചാൽ നിങ്ങൾക്കും പോകാവുന്നതുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഈ പിന്നെ ജീവൻ ഇല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലും ഉണ്ടാവും പരലോകം എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെന്ന് വെച്ചെങ്കിൽ നന്നായാ ഇങ്ങക്ക് പോണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആറ്റത്തില്ല. ഈ ദീനിനും ഇല്ല, ഇസ്ലാമിനും ഇല്ല, മുസ്ലിങ്ങൾക്കും ഇല്ല, അള്ളാഹ്ക്കും ഇല്ല, റസൂലിനൊന്നും ഇല്ല. നിങ്ങൾ ആരും നന്നായാലും വർക്കായാലും അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ വിളിച്ചാലും സന്തോഷം. നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ഭൂമി ഇല്ലതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി. ഞാനും ചിന്തിക്കാം. നിങ്ങളും ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇനിയും വായിക്കും, എന്റെ വീഡിയോ ചിന്തിക്കും. ഞങ്ങളത് കാണലുണ്ട്, കണ്ടപ്പോ പ്രതികരിച്ചാൻ തോന്നിയതാണ്. ആയിക്കോട്ടെ നമുക്ക് ഇനി ഇടക്ക് കാലത്ത് കുറച്ചാലും കഴിയുമ്പോ ഇനി ഒന്നും കൂടി സംസാരിക്കാം. പ്രാർത്ഥിച്ച ഇതായിട്ട് തെറ്റേ എനിക്കും അതന്നെ പ്രാർത്ഥന. നിങ്ങൾക്കും തിരിച്ചറിവുണ്ടാവട്ടെ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാം. തിരിച്ചറിവ് മാണ്ടവനും നിങ്ങൾ ഇതായത് എനിക്ക് കിട്ടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ തെറ്റ്. അതെന്താ ക്ഷമ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെയില്ല. പക്ഷെ നിങ്ങളെ ഈ വിശ്വാസം ഇല്ലാത്ത കാര്യത്തിലുണ്ടാകരുതേ നേരെ. പിന്നെ ഈ ലോകത്ത് അല്ല ഞാൻ ചോദിക്കട്ടെ, എന്റെ അടുത്ത് ഇപ്പൊ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്റെ അടുത്തുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കണം എന്താ? അടക്കെ ക്ഷമ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഈ മാണ്ടാത്തരം പറയത് അതുള്ളൂ. അത് കേൾക്കുമ്പോ മനസ്സ് വേദന. ഞാൻ വേണ്ടത് മാത്രം അളന്ന് മുറിച്ച് പറയുള്ളൂ. നിങ്ങള് അടിമത്തം പറയും, നെയ്യന്റെ കുറ്റം പറയും, അല്ലല്ലാന്ന് പറയും. അതൊക്കെ തന്നെയല്ലേ, അതൊക്കെ മാണ്ടിയ തന്നെയാ. പിന്നെ ഈ ലോകത്തെ നിങ്ങളിപ്പോ ഈ തിന്നണം കുടിച്ചണോ, ഞാനും നിങ്ങളൊക്കെ തിന്നും കുടിച്ചണോ, ഇത് ആരുണ്ടാക്കിയത്? അതാ നിങ്ങൾക്ക് മറുപടി പറയണ്ടേ. നിങ്ങൾ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്തായാലും അല്ലല്ലാന്ന് എനിക്ക് അത് ഇങ്ങോട്ട് മറിയാണ്. എന്തൊക്കെ ഒരു സാധനം ഇവിടെ പോരായല്ല, അതൊക്കെ ഈ തിന്ന് കുടിച്ചണ്, അതൊക്കെ നമ്മൾ തീട്ട് മൂത്രയും പോണ്, അതിനൊക്കെ അല്ലേ എന്താ പറഞ്ഞ തിന്നിന് കുടിച്ചിന് നമ്മളെ സ്വയം പോലെ ജീവിച്ചിന്. ഇങ്ങോട്ട് അതിന് ശ്വാസം വലിച്ചിന്. ശ്വാസത്തിന്റെ വില എത്രയാ? പൈസ എടുത്ത് വാങ്ങിക്കണി, അന്ന് പൈസ എടുത്തുകാണ്ട് ഒരു കുറ്റി വാങ്ങിക്കണി. അപ്പൊ അറിയാം. അതുകൊണ്ട് കണ്ണുകൊണ്ട് ലോകം മുഴുവൻ കാണണേ. ഇങ്ങനെ നമുക്ക് തിന്നാനുള്ള ആഗ്രഹമില്ല സാധനം മുഴുവൻ നമ്മൾ തിന്നണേ. ഇങ്ങോട്ട് അത് തീട്ട് മൂത്രമായി പോണേ. അതിന് ഇവിടെ ഒന്നും പിന്നെ പള്ളന്റെ ഉള്ളിൽ ഒരു യന്ത്രം വെച്ചിട്ടല്ല. അതുകൊണ്ട് പിന്നെ കിഡ്നി അതുകൊണ്ടൊന്നും എന്താവൂല അറിയോ, ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊന്നും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശക്തിന്റെ പേര് അള്ളാഹു ആവൂല. അതുകൊണ്ടൊന്നും ഖുറാനിലും ഹദീസിലുള്ളതെല്ലാം ശരിയാവൂല. അതാണ് ഈ പ്രശ്നം. അല്ലല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കജ്ജു അങ്ങനെ ഒരു സംവിധാനം അല്ലല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിക്കണേ. ഞാൻ ചോദിച്ചട്ടെ, ആറ്റിന് കേടില്ല മനുഷ്യന്മാര് വേറെ ഇത് വെച്ച് ഉണ്ടാക്കണേ, ഞമ്മക്കോട് വെച്ചോക്കി നമ്മൾ ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കി ഇമ്മന്ന് എടുത്തേക്കാനല്ലേ വെച്ചുള്ളൂ. അത്രേ ഉള്ളൂ. ഈ കിഡ്നി പോയ ആൾക്കാർക്കേ അത്രല്ലേ പറ്റുള്ളൂ. അല്ല അന്ന് മണ്ണ് ഭൂമിന്ന് എടുത്തോണ്ടായിട്ടാണ് ആദമിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അത് ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ തന്നെ വിശ്വാസമുള്ളൂ. അല്ലാത്തവർക്ക് അപ്പൊ എന്തെങ്കിലും ഉള്ളത് മണ്ണാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, ആദം നബീനെ ഉണ്ടാക്കിയിട്ട് പിന്നെ വാരിയിൽ ഊരിയിട്ടാണ് ഹവ്വാ ബീവിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യല്ലേ. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഈ ഇബ്ലീസിനെ എന്തിനാ അള്ളാഹ് പഠിച്ചതെന്ന് അത് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇബ്ലീസിനെ എന്തിനാ അള്ളാഹ് പഠിച്ചത്? ഇബ്ലീസിനെ നന്മയും തിന്മയും രണ്ടു ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിക്കണം. അത് നല്ല ചെയ്തവർക്ക് നല്ല ഉണ്ടാവും, ആകാതെ ഓന്റെ ഒപ്പം പോയവർക്ക് അതിനുള്ള അഗ്നിപർവ്വതം പൊട്ടണേ എങ്ങനെയാ അത് കണ്ടോ?
അത് കണ്ടോ? ഇതൊക്കെ ഈ വിത്തനൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആളെ നരകല്ലാന്ന് പേരല്ലേ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അള്ളാഹു? നരകല്ല പറഞ്ഞ അതൊക്കെ ഉണ്ടാക്കിയത് ആരാന്നാ ഞാൻ ചോദിക്കുന്നത്. അതിനൊരാളുകൾ കാട്ടിത്തരണം. അതിനാളെ കണ്ടെത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഈ കണ്ടെത്തല്ല അള്ള അല്ല എന്നുള്ളത് അല്ല, എനിക്കറിയാം. നിങ്ങളല്ലേ അല്ലല്ലാന്ന് പറയുന്നത്. അള്ളല്ല, ഈ അള്ള അല്ലാന്ന് എനിക്കറിയാം. അള്ള അല്ലാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ അറിയോ? അള്ള അല്ലാന്ന് ഞാൻ പറയണത് ഇപ്പൊ അള്ള ഖുറാനിൽ പറയണ ആകാശം ഉണ്ടാക്കിന്ന്. നമ്മളൊക്കെ കാണുന്ന ഒരു ആകാശം ഉണ്ട്, അത് നിങ്ങൾ നോക്കണില്ലേന്ന് എന്നോട് ചോദിക്കണേ. അത് നിങ്ങൾ തലച്ചോറേ, നിങ്ങൾക്ക് ബുദ്ധി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ പറയും ആകാശം ഉണ്ടോ? ബുദ്ധി കാണുന്നുണ്ടോ? അത് കാണാത്തൊരു സാധനത്ത് നമുക്ക് നോക്കൂന്ന് പറയും ആരെങ്കിലും. ബുദ്ധി കാണാത്തല്ലേ? അപ്പൊ അത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ അയിമക്ക് ആരെങ്കിലും നോക്കുവോന്ന് ആരെങ്കിലും പറയൂല്ലല്ലോ. ആകാശം കാണുന്നുണ്ട്, അയിമക്ക് നോക്കുക. ആകാശം എന്ന് പറഞ്ഞ സാധനം ഇല്ല അതിനെ. അതിനില്ല നിങ്ങൾ അറിയല്ലേ? ശാസ്ത്രം പറയണതാണ്. കണ്ണിലേക്കൊക്കെ ഉണ്ട് ആകാശം. ആകാശം എന്നൊരു സാധനം ഇല്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കോളൂ. കണ്ണ് അടച്ചുങ്ങാണ്ട് ഇരുട്ടാക്കണവർക്ക് ആകാശം ഇല്ല. ആകാശം എന്നൊരു സാധനം ഖുറാനിൽ പറഞ്ഞ പോലത്തെ ഒരു ആകാശം ഇല്ല. ഖുറാനിൽ പറഞ്ഞ മാതിരി തന്നെ ആകാശത്തിന്റെ മുകളിലുണ്ട്, ഭൂമി ഉണ്ടോ? ഭൂമിന്റെ അടിക്കുണ്ട് തൂണുകള്, അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ, അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ മേലാപ്പ് പോലെ കാണുന്ന ആകാശം എന്ന് പറഞ്ഞ സാധനം ഇല്ല. പിശാച്ചുണ്ടെന്ന് മനസ്സിലാക്കണ്ട. നിങ്ങൾ കാണുന്നുണ്ടോ പിശാച്ചുണ്ടോ? പിശാചില്ല. അള്ള അല്ലെങ്കിൽ പിന്നെ എന്ത് പിശാച്? അല്ല, അതാണ് അല്ലല്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഈ ഭൂമിയിലില്ല, ഈ ഭൂമിയിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ആരുണ്ടാക്കിയെന്ന് നിങ്ങൾ അതിന് മറുപടി പറയാം. നമുക്ക് അന്വേഷിച്ച് നോക്കാം. അന്വേഷിച്ചല്ല, മറുപടി പറയണം. ആരും ഉണ്ടാക്കിയതല്ല, അതൊക്കെ എങ്ങനെ ഉണ്ടായി വന്നതാണ്? എങ്ങനെയാ സാധനം തന്നാലാണ് ഉണ്ടായതാണ്. അതിന്റെ ബാക്കിലൊരു പ്രവർത്തിച്ചാൻ ഒരാളില്ലാതെ ഞങ്ങൾക്ക് എല്ലാ കാര്യം ഉണ്ടാക്കി കൂടെ, എന്നാ പ്രവർത്തിച്ചാൻ ആളില്ലാതെ പിന്നെ അള്ള എങ്ങനെ ഉണ്ടായി? ഈ ഭൂമിയാണ് നിങ്ങൾക്ക്. അപ്പൊ അള്ള എങ്ങനെ ഉണ്ടായി? ഭൂമിയുടെ ആ ചിന്തിച്ചതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചിന്തിച്ചോണ്ട് അവിടെ അങ്ങോട്ടുള്ള ചിന്ത നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്തിനാ ആലോചിക്കണേ? ആലോചിച്ചണല്ലോ. അത് ഇതിനെ ഈ സൃഷ്ടിച്ചവന്റെ ആവശ്യമാണ്. ചിന്തിക്കണമെന്നില്ലേ? ഈ ഭൂമി ആകാശമൊക്കെ സൃഷ്ടിച്ചവൻ ഈ ജീവജാലങ്ങൾ അതന്നെയാ അള്ള അറിയുന്നത്. അതന്നെയാ അള്ള. അത് യഹോവയാണെന്നാണ് ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത്. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പൊക്കെ ആൾക്കാർ പറഞ്ഞത് യഹോവയാണെന്നാണ്. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്, പിന്നെ യഹോവ വരുന്നതിന് മുമ്പ് ഇവിടെ മനുഷ്യന്മാരുണ്ട്. ആദം നബി തൊട്ട് ഇവിടെ മനുഷ്യന്മാരുണ്ട്. യഹോവയാണ് ആദ്യമായിട്ടുള്ളത്. യഹോവയല്ല, ആദം നബിയാ ആദ്യം. അതറിയില്ല. ആദം നബിയാണ് ആദ്യം സൃഷ്ടിച്ചത്. യഹോവയാണ് ആദ്യം ഉള്ളത്. എന്നുള്ള ദൈവം യഹോവയാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ആദം നബിനെ ഞങ്ങൾ യഹോവ അറിയണേ? അല്ല. പിന്നെ അതൊക്കെ വലിയ ദൈവം. ഞങ്ങള് എല്ലാരും ഖുർആൻ അറിയുന്ന ആദ്യം ഈ ആദം നബി എന്ന് പറഞ്ഞ സംഭവല്ലേ സത്യത്തിൽ ഇസ്ലാം നിങ്ങൾക്ക് മനസ്സിലാവോന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബിയാണ് കേട്ടോ ഇസ്ലാം ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പ് ഇസ്ലാം ഇല്ലേ? അതല്ല, ഇസ്ലാം അതിന്റെ മുമ്പേ ഉണ്ട്. ഇല്ല അത് നമ്മളെ പറഞ്ഞു പറ്റിച്ച ഒരു കള്ളക്കഥയാണ്. അല്ലേ? കള്ളക്കഥ നിങ്ങളെ കണക്കിലല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന് മുഹമ്മദ് നബിക്ക് മുമ്പ് തെളിവില്ല. മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. ഞാൻ പറയുന്ന കേക്ക്, ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബിക്ക്. മറ്റവർക്കൊക്കെ തൗറാത്ത്, ഇൻജീല്, അതിലൊന്നും അല്ല ഇസ്ലാമും ഇല്ല. ഓരോ നെയ്മാക്കി അന്നൊക്കെ അങ്ങനെയൊന്നും അതിലൊന്നും അള്ള ഇസ്ലാം ഒന്നുമില്ല. അങ്ങനെ ഒരു കിതാബുകളൊന്നും ഇല്ല. വായിച്ചാത്തോണ്ട് ഞാൻ നല്ലോണം വായിച്ചേ. ഇബ്രാഹിം നബി ഇല്ലേ? ഇല്ല ഇബ്രാഹിം നബി ഒന്നും ഇല്ല. അത്തയ്യാത്തിൽ ഇബ്രാഹിം നബിനെ പറ്റി മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണതേ. അതൊക്കെ മുഹമ്മദ് നബിനെ വിശ്വസിച്ചിട്ടില്ലേ? കഴിഞ്ഞ നിങ്ങളെ കഷ്ടം. മുഹമ്മദ് നബി പറഞ്ഞ കഥയുള്ളൂ, അല്ലാതെ അതിന്റെ മുമ്പ് ഇസ്ലാമില്ല. അത് ഒരു അബദ്ധമാണ്. നമ്മളെ പറഞ്ഞ് പറ്റിക്കലാണ് ഇതൊക്കെ. അത് നബിന്റെ നോണയാക്കി കൂട്ടിക്കോളി. എങ്ങനെ നബിനെ നോണയാക്കി കൂട്ടിക്കോളി. ഞാൻ കണ്ടില്ല. ഞാനിപ്പോഴും ഈ മുജാഹിദ് മൗലവിമാരെ വയലും കേട്ടിരിക്കുന്ന ആളാണ്. അല്ലേ? ഞാൻ മുജാഹിദിന്റെ സുന്നിന്റെ ഒക്കെ കേക്കലുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ അതിന്റെ ഇടയിൽ കൂടി ഇടക്ക് എന്റെ വീഡിയോ കേട്ടോളി. നല്ല കേട്ടിട്ട് തന്നെയല്ലേ ഞാൻ ഇത് നിങ്ങൾ ഈ പറഞ്ഞൊക്കെ കേട്ടത്. പിന്നെ ഈ ലോകം സൃഷ്ടിച്ച് ഇതിൽ എല്ലാ ജീവജാലങ്ങളും എല്ലാ സസ്യങ്ങളും എല്ലാം ഞമ്മക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരാന്ന് പറഞ്ഞോ? അത് ആരെ കഴിയാൻ പറഞ്ഞോ? അല്ലല്ല ഓവൽ നായരാ? അതറിയില്ല. നായരാണോ നമ്പൂരിയാണോ അറിയില്ല. എന്തായാലും അല്ല. അതാണ് നിങ്ങള് വഴി പേപ്പിക്കണേ. ഈ കുട്ടികളെ വഴി പേപ്പിച്ചണ്ട. മനുഷ്യനെ കുട്ടികളെ എവിടേക്ക് വഴി പേപ്പിക്കണേ? എല്ലാ കുട്ടികളോടും നല്ലോണം ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, വായിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പൊ വഴി പേപ്പിക്കല്. പക്ഷെ നല്ല ആൾക്കാരൊന്നും നിങ്ങളേക്ക് വരൂല്ല. സത്യസന്ധതയിലും നിങ്ങളെ ഇസ്ലാം മതം ഞാൻ വന്നില്ലേ? എന്നെക്കാളും നല്ല ആൾക്കാർ വേണോ നീ? പിന്നെ അവനാനെ പൊന്തിച്ചല്ലേ? നിങ്ങൾ എനിക്കുള്ള ഒരു കുറ്റം പറഞ്ഞേരി.
കുറ്റം പറയാൻ തന്നെ അള്ളാഹിനും റസൂലിനും കുറ്റം പറഞ്ഞ അതിലും വലിയ കുറ്റം അതിപ്പോ ഒരാളെ വിശ്വാസല്ലേ, അല്ലാതെ ഇപ്പോ നല്ല ആൾക്കാർ പറയണത് അതുകൊണ്ടാണോ? നിങ്ങൾ ഇവിടെ എത്ര കാലം വരെ ജീവിച്ചു ഇപ്പൊ നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്തുന്ന മൂല്യന്മാരെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്വർണം കള്ളക്കടത്ത് നടത്തണ ഉണ്ടാവൂലേ? അപ്പൊ അതേമാതിരി നല്ല മനുഷ്യന്മാര് പറഞ്ഞാല് നല്ല കോലത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഹൃദയത്തൊക്കെ കടക്കാത്തവർക്ക് ദീന് കടക്കാത്തവരും പഠിച്ചവനെ പോയി കടക്കാത്തവർക്ക് എന്തും ചെയ്യാം ഇവിടെ ഈ ലോകത്ത് ആരും അതിന് തടിയില്ല. എനിക്ക് പഠിച്ചവനെ പേടിയൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്ന എന്തും ചെയ്യണ ആളല്ല. അല്ലല്ലാന്ന് നബിയില്ലാന്നൊക്കെ നബി അങ്ങനെ ദോഷം ചെയ്ത നബിന്റെ എല്ലാ കുറ്റും കുറവും നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതാ. ഇവിടെ സ്വതന്ത്ര രാജ്യമായോണ്ട് നിങ്ങൾക്ക് പോച്ചത് അറിയാം കാട്ടാ. അല്ലെങ്കിലോ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ നടക്കൂല. എന്താ കുറ്റം നബിനെ കുറ്റം പറഞ്ഞാൽ അവിടെ നടക്കൂല. അഭിപ്രായ സ്വാതന്ത്ര്യം കുറ്റം പറഞ്ഞ ഇല്ലാത്ത മനുഷ്യനെ അവിടെ നടക്കൂല. കൊല്ലും അതല്ലേ? കൊല്ലല്ല, അതിനുള്ള ശിക്ഷ ഉണ്ടാവും. കൊല്ലുന്നൊന്നും ഞാൻ പറയും. കൊല്ലേ ചെയ്യാൻ പാടില്ല, അത് തെറ്റല്ലേ? ഒരാളൊരു അഭിപ്രായം പറയണേനൊക്കെ ആളെ കൊല്ലാൻ പാടുണ്ടോ? പാടില്ല, അതിന് കൊല്ലൂലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇസ്ലാമിനോടുള്ള നമ്മളെ വിയോജിപ്പ്. ഇല്ലാത്ത പറയുമ്പോ ജയിലിടും. ഇല്ലാത്തതൊന്നും ഞാനൊന്നും ഇല്ലാത്ത പറയില്ല, ഞാൻ ഉള്ളത് മാത്രമേ പറയാറുള്ളൂ. ഇല്ല നിങ്ങൾ പറയും. നിങ്ങൾ ആരെങ്കിലും എഴുതി കൂട്ടിയത് എന്തെങ്കിലും ഒക്കെ പറയാണ്. നിങ്ങള് ഈ ഖുറാനൊക്കെയാണ് ആരെങ്കിലും എഴുതി കൂട്ടിയാലും ഖുറാനൊന്നും ഞങ്ങൾ ആരും നോക്കിയിട്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ സൂറത്ത് നിസായില് 4:24 വായിച്ചല്ലേ? ഈ ഇതിൽ എത്തൊക്കെ എഴുതി കൂട്ടണ മനുഷ്യൻ. അതുകൊണ്ട് ഒരു എഴുതി കൂട്ടൽ നിങ്ങളും വായിച്ചായ്മ പിടിച്ചു കയറിങ്ങാണ്ട് അങ്ങനെ ഈ മനുഷ്യനൊക്കെ പറ്റിച്ചെന്നല്ല ദത്ത അതിലില്ല. പൊട്ടന്മാരല്ലാതെ അന്തല്ലോല് എങ്ങനെയാ അതിലൊക്കെ വീഴോ? ഒറ്റ കുട്ടികളും വീഴില്ല. എങ്ങനെ? അങ്ങനത്തെ കേൾക്കുള്ളൂ. അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഖുറാനിലെ സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഖുറാനാണ്. ഖുറാൻ പറഞ്ഞു ഖുറാൻ പറയുമ്പോ വേണ്ടെന്ന് പറയരുത്. നോക്കിട്ട് വിളിച്ചോണ്ട് കേട്ടോ. ഖുറാൻ നോക്കി 4:24 വായിച്ചിട്ട് നിങ്ങൾ ഇന്നൊന്ന് വിളിക്കുവോ? എപ്പോഴെങ്കിലും സമയം പോലെ വിളിക്കും. ആയിക്കോട്ടെ, ശരി. സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനം മാത്രം. പിന്നെ അടുത്ത വചനം അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആയത്ത് അത് വലിയ ആയത്താണ്. വൽ മുഹ്സനാത്ത് മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും തുടങ്ങുന്ന ഒരു ആയത്താണ്. അതിന്റെ അർത്ഥം ഉണ്ടാവും. അത് പഠിച്ചോണ്ടാണ്, നിങ്ങളത് പഠിക്കാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ ഇതെന്തുകൊണ്ട് നിങ്ങൾ കേൾക്കണം? നിങ്ങളുടെ വീഡിയോ കേട്ട ഒരാളാണല്ലോ വെച്ചിട്ടാണ്. അല്ലല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങൊക്കെ സൃഷ്ടിച്ചതും ഇവിടെ ഈ ലോകം സൃഷ്ടിച്ചത് അതൊക്കെ നമുക്ക് ആദ്യം ഈ മുൻവിധിയാണ് മാറ്റി വെച്ച അതിനൊക്കെ ഉത്തരം കിട്ടും. മുൻവിധിയല്ല, ഇത് കാണുന്നതാ. ഇല്ലല്ല, ഇത് മുൻവിധിയാണ്. ഇത് നമ്മളെ ചെറുപ്പം മുതൽ നമ്മളെ തലയിൽ കുത്തി നിറച്ചൊരു മുൻവിധിയാണ്. അതാണ് മാറ്റി വെച്ചാല് ഇതിനൊക്കെ ഉത്തരം കിട്ടും. അല്ല, ഖുർആനും ആയത്ത് ഹദീസും നിങ്ങൾ നമ്മൾ തലയിൽ കുത്തി വെച്ചാ വിചാരിച്ച ഇവിടെ നമ്മൾ നടക്കുന്ന അങ്ങനെയല്ല. ഈ കാണുന്നതിന്റെ ഒക്കെ പിന്നിലുള്ള ശക്തി അള്ളയാണ്, അള്ള മാത്രമാണെന്നുള്ളത് കുത്തിവെച്ചതാണ്. അതാരാ പിന്നെ അത് തലയിൽ കുത്തി നിറച്ചതാണ്. അത് ഈ സാധനം ഈ മുൻവിധിയാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം, അന്വേഷിക്കാം. നമുക്ക് അന്വേഷിക്കാം. പറയട്ടെ, ഒരു സാധനങ്ങൾ അതിന്റെ പിന്നിൽ എന്താണ്, ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കാം. ആദ്യം നമ്മള് മുൻവിധി മാറ്റി വെക്കണം. ഞാൻ കണ്ടെത്തി നിങ്ങൾ പറഞ്ഞു തന്നെ ഇതിന്റെ ഒന്നും പിന്നിൽ അള്ള അല്ല എന്നുള്ളതിന് ഖുർആനിൽ തെളിവുണ്ട്. ഞാൻ ചോദിച്ച മാതിരി ഏതേ നായന്മാരാ അല്ലെങ്കിൽ ചേട്ടന്മാരാ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മുസ്ലിങ്ങൾ ആരെങ്കിലും ആരാ പറഞ്ഞേരി? ഈ മതം ഉണ്ടാക്കിയത് ഈ അള്ളാഹു, ഇതൊക്കെ അള്ളാന്റെ തലയിൽ, ഈ സാധനം ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം അള്ളാന്റെ തലയിൽ കെട്ടിവെച്ച ആളെ എനിക്കറിയാം. അത് മുഹമ്മദ് നബിയാണ്. ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം അള്ളാന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചത്. അള്ളാന്റെ തലയിൽ കെട്ടിയേക്കണ്ട, അതൊന്നും നമുക്ക് നോക്കും വേണ്ട. ഇവിടെ നമ്മൾ കണ്ടനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അള്ളാന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ച മുഹമ്മദ് നബിയാണ്. ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം. അല്ലേ നിങ്ങൾ ഇഞ്ച ശരീരത്തിൽ ഓരോ അവയവത്തിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. തിന്നാനില്ല, ഇറങ്ങാൻ ഒരു ലേസന്റെയില് തകരാറ് വന്നാ ഞമ്മക്കൊണ്ട് ഇറക്കാൻ കഴിയുമോ? അതൊക്കെ ശരിയാണ്. അതൊന്നും ചിന്തിച്ചാൽ ഇതിന്റെ ഒന്നും കാരണക്കാരൻ അള്ളാണെന്ന് ഉത്തരം കിട്ടൂല. ഏതോന്നും കിട്ടൂല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങൾ ഇത് പറയും, നിങ്ങൾ 4:24 ശരിക്കൊന്ന് വായിച്ച അതിന്റെ അർത്ഥവും തഫ്സീറൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്നെ വിളിക്കും. അതൊന്നും വായിച്ചാലും ഞാൻ പഠിച്ചാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ എത്ര നേരം പറഞ്ഞിട്ട് എന്താ? എന്റെ വിശ്വാസം എന്താണ്? ഇതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഈ ചോദിക്കുന്നേ, നിങ്ങൾ ഈ ആയത്ത് മാത്രം എനിക്ക് വിശദീകരിച്ചു തന്നാ മതി. അല്ല, ആയത്തിന്റെ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങൊക്കെ സൃഷ്ടിച്ചതും ഖുർആനാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാന്റെ വചനം ഇത് അള്ള പറയോ എന്നാണ് എന്റെ ചോദ്യം. ഇതൊക്കെ സൃഷ്ടിച്ചവൻ അതായിക്കോട്ടെ, ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം ഈ പറയുന്ന വചനം പറയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാരാ പറഞ്ഞെന്ന്? ഇതാരാ സൃഷ്ടിച്ചത്? ഇങ്ങളെ സൃഷ്ടിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്ന് വിചാരിച്ചോളിയും.
അങ്ങനത്തെ ഒരു ദൈവം ഈ ജാതി വർത്താനം പറയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 4:24 സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനം. അത് അർത്ഥം ഇതുപോലെ പയച്ച് ഞാൻ വായിച്ചില്ല, അർത്ഥം ഞാൻ വായിച്ചില്ല. നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു ഉസ്താദിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള ഇപ്പൊ അമാനി മൗലവി, നിങ്ങൾ മുജാഹിദാണല്ലോ, അമാനി മൗലവിക്ക് എന്തായാലും തെറ്റിയിട്ടുണ്ടാവില്ലല്ലോ, അത്യാവശ്യം ദീൻ അറിയാവുന്ന ഒരാളല്ലേ. അമാനി മൗലവിന്റെ തഫ്സീർ എടുക്കുക, ഇതിന്റെ അർത്ഥം കൊടുത്തത് നോക്കുക, അതിന്റെ വാക്കർത്ഥം അതിനകത്തുണ്ട്, വിശദീകരണം ഉണ്ട്. സൂറത്ത് നിസാ 24-ാമത്തെ വചനം, 24-ാമത്തെ ആയത്ത്. നിങ്ങൾ അമാനി മൗലവി അതിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്ന്, അത് ആയത്ത് എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ്, അത് ഏത് സാഹചര്യത്തിൽ എന്ത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്, നമ്മൾ അപ്പുറമൊക്കെ വായിക്കണം കേട്ടോ. എല്ലാം വായിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ള സർവ്വരക്ഷിതാവായ ഒരു ദൈവം ഇങ്ങനെ ഒരു വർത്താനം പറയുമെന്ന് മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിസാ 24. പിന്നെ ഇന്ന് അതൊക്കെ നമ്മൾ തട്ടിയാലും നമ്മളിവിടെ ചെറിയ പിഞ്ചം പൈതല് മരുന്ന് ഞാൻ പറഞ്ഞത് ഖുറാനിൽ ഒരായത്ത് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ആവൂലെന്ന് തോന്നിയാ പിന്നെ ഖുറാൻ കളയണം, പിന്നെ നമുക്ക് ആലോചിക്കാം. ഖുറാൻ കളയണ്ട, ഖുറാനില്ലതാ ഒരെണ്ണത്തിൽ അബദ്ധം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അന്നല്ലെന്ന് ഉറപ്പാവില്ല നമുക്ക്. ഇതൊക്കെ ആരാ ഇതിപ്പോ ഖുറാനിൽ ഇല്ലത് നമ്മൾ ശ്രദ്ധിച്ച റബ്ബ് നമുക്ക് ആദ്യം ഈ ഖുറാൻ അള്ളാന്റെ അടുത്തുള്ളതാണോ എന്നല്ല ദൈവത്തിന്റെ അടുത്തുള്ളതാണോ എന്ന് അറിയാം. അത് പരീക്ഷിക്കാനുള്ളതാണ് ഈ പറഞ്ഞ ആയത്ത്. ഖുറാനിൽ നിന്ന് എഴുതിയതാകണ്ട ഇവിടെ നമുക്ക് ഈ സംരക്ഷണം തരുന്ന ആരാ? അതൊക്കെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഖുറാൻ പരിശോധിക്കാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം ഖുർആൻ ഈ പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ളതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനത്തെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാവുമോ നമുക്ക് നോക്കാം. നിങ്ങളതൊന്ന് വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ ഇന്നെ നാളെ മറ്റന്നാളെ എപ്പോഴേലും വിളിക്കുക. നിങ്ങൾ ഇന്നെ വിളിക്കുക. നിങ്ങളിത് വായിച്ച് ഇതിന്റെ എല്ലാ വശങ്ങളും വായിക്കണം കേട്ടോ. അതായത് അതിന്റെ തഫ്സീറും അതിന്റെ വിശദീകരണം ഒക്കെ അമാനി മൗലവിയിലുണ്ട്. വിശദമായിട്ട് വായിച്ചിട്ട് വിളിക്കണം. വെറുതെ ഒരു അർത്ഥം മാത്രം വായിച്ചിട്ട് വിളിക്കണ്ട. അപ്പൊ പണ്ഡിതന്മാരുടെ അഭിപ്രായവും അതിന്റെ സന്ദർഭവും സാഹചര്യവും ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഒക്കെ അതിലുണ്ട്. അതൊക്കെ നമുക്ക് സംസാരിക്കാം. അതൊക്കെ നമുക്ക് ഈ ആയത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ സംസാരിക്കാം. ആയിക്കോട്ടെ. ഇന്നപ്പോ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് നാളെ മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോ വിളിച്ചോളി. ഓക്കെ, ശരി, ഓക്കെ.